അപ്പോൾ എൻ്റെ പേര് വിഷ്ണു ശശിധരൻ. ഞാൻ ആർക്കേഡ് സ്കൂൾ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ സീനിയർ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെബിനാർ ടോപ്പിക് എന്ന് പറയുന്നത് കെ സ്മാർട്ടിനെ കുറിച്ചാണ്. കെ സ്മാർട്ടിനെ കുറിച്ച് കുറച്ച് ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു. കെ സ്മാർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ എന്താണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്? ജസ്റ്റ് ഒരു ഓപ്പൺ വിൻഡോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ ആയിട്ട് നമുക്ക് പറയാം. അതായത് നമ്മളുടെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുണ്ട്. ഒരു എഞ്ചിനീയർ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് ആവാം, ബിൽഡിങ്ങിന്റെ നമ്പർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് സർട്ടിഫിക്കറ്റോ, അങ്ങനെ ഒരുപാട് ഡോക്യുമെന്റുകളും ആവശ്യങ്ങളും ഒരു ജനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡോക്യുമെന്റുകളെല്ലാം അതുപോലെ തന്നെ ഏതൊരു ആവശ്യവും ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള ഏതൊരു ആവശ്യങ്ങളും സുതാര്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള, ഇപ്പൊ നമുക്ക് ഒരു പഞ്ചായത്തിന് ഒരു സാധനം കിട്ടണമെങ്കിൽ പഞ്ചായത്തിൽ പോകണം, താലൂക്കിൽ പോകണമെങ്കിൽ താലൂക്കിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് വേണമെങ്കിൽ താലൂക്കിൽ പോകണം. അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാം ഒരു സിംഗിൾ വിൻഡോയിലൂടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഏത് സിസ്റ്റവും, അതായത് ഏത് കാര്യം, അത് ബിൽഡിംഗ് പെർമിറ്റ് ആയിക്കോട്ടെ, ബിൽഡിങ്ങിന്റെ നമ്പർ ആയിക്കോട്ടെ, മാരേജ് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റോ, നമ്മുടെ ടാക്സ് രജിസ്റ്ററോ എന്തും ആയിക്കോട്ടെ, എല്ലാം ഒരൊറ്റ വിൻഡോയിലൂടെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതില് ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് എസെൻഷ്യൽസ് ഓഫ് കെ സ്മാർട്ട് ഫ്രം ഡ്രോയിങ് ടു സബ്മിഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ ടു കെ സ്മാർട്ട് എന്ന് പറയും. ഇൻട്രൊഡക്ഷൻ ടു കെ സ്മാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കെ സ്മാർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. എഞ്ചിനീയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവില് എന്താണ് കെ സ്മാർട്ട് എന്നുള്ള കാര്യങ്ങളെ ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഫോർ കെ സ്മാർട്ട് ഡ്രോയിങ്, അതായത് കെ സ്മാർട്ട് ഡ്രോയിങ് വരയ്ക്കുന്നതിന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മളെ ഗവൺമെന്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടത്തിന് ഡ്രോയിങ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്രയും നാള് നമ്മൾ വരച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ആ ഒരു രീതിയിൽ നമുക്ക് ഡ്രോയിങ് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ കെ സ്മാർട്ടിൽ പറയുന്നത് ഗവൺമെന്റ് പുതിയതായി പറഞ്ഞിരിക്കുന്ന റൂളുകൾ പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയതായി പറഞ്ഞിരിക്കുന്ന ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഡ്രോയിങ് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എന്തൊക്കെ നിബന്ധനകളാണ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഗവൺമെന്റ് പറയുന്നത് എന്നാണ് രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് കൺവേർട്ട് നോർമൽ ഡ്രോയിങ്സ് ടു കെ സ്മാർട്ട് ഡ്രോയിങ്സ്, അതായത് നോർമൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നോർമൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർക്കും പറയാം, ഞാനിപ്പോ ഈ ഒരു ഷീറ്റിൽ ഇട്ടിരിക്കുന്ന ഡ്രോയിങ്സ് ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാം കുറച്ച് ഷീറ്റുകൾ ഉണ്ടാക്കി A2-ലും A0-ലും A3-ലും എല്ലാം കുറെ ഡ്രോയിങ് എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു സാധനം ആണ് നമ്മൾ നോർമൽ സാങ്ഷൻ ഡ്രോയിങ് എന്ന് ഞാൻ വിളിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു നോർമൽ സാങ്ഷൻ ഡ്രോയിങ്സ് നമ്മളെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം ഇതിന്റെ ഒരു ലൈഫ് ടൈം കഴിഞ്ഞു. അതായത് ഈ 2024 മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒന്നും ഈ പറയുന്ന നമ്മളുടെ സാങ്ഷൻ ഡ്രോയിങ് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ സങ്കേതം വഴി പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ സാങ്ഷൻ ഡ്രോയിങ് സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ 2025 ജാനുവരി 1 കൂടി, അതായത് ഇപ്പോഴത്തെ ബൈ ഇലക്ഷൻ ഒക്കെ കഴിയുന്നതോടുകൂടി, അല്ലെന്നുണ്ടെങ്കിൽ LSCD ഇലക്ഷൻ അടുത്ത വർഷം വരാൻ പോകുന്നു. അതിനുശേഷം സങ്കേതം എന്ന് പറയുന്ന സിസ്റ്റം നിർത്തലാക്കുന്നു, അതായത് നിർത്തലാക്കാൻ പോകുന്നു. അതായത് ഏകദേശം 1 വർഷമായിട്ട് അത് പറയുന്നുണ്ട്, പല കാരണങ്ങളാൽ മാറ്റിവെക്കുന്നതാണ്. അത് അടുത്ത വർഷം എന്തായാലും ഈ ഒരു സിസ്റ്റം നമ്മൾ മാറ്റും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ കെ സ്മാർട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ പറയുന്നത് നമ്മൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഷീറ്റ് ഡ്രോയിങ് വരച്ച് സബ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ പ്ലാൻ വരയ്ക്കാനാണ്. അപ്പം ഈ നോർമൽ ഡ്രോയിങ്സിനെ എങ്ങനെയാണ് നമ്മൾ ഒരു കെ സ്മാർട്ട് ഡ്രോയിങ് ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നാലാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെയറുകളിൽ വരയ്ക്കുക. ലെയറുകൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലെയറിനെയാണ്, ലെയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗവൺമെന്റ് തരുന്നതാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ഏത് രീതിയിലാണ് നമുക്ക് ഇത് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൈറ്റ് പ്ലാൻ ഏത് ലെയറിൽ വരയ്ക്കണം, അതുപോലെ തന്നെ കവറേജ് ഏത് ലെയറിൽ കാണിക്കണം, അതുപോലെ തന്നെ ഫ്രണ്ട് യാർഡ് ബാക്ക് ഇതെല്ലാം ഏത് ലെയറിൽ കാണിക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈ ലെയറിൽ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രോയിങ്ങിൽ സബ്മിറ്റ് ചെയ്യാൻ തന്നെ കഴിയത്തുള്ളൂ. സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് പെർമിറ്റ് മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. നമ്മൾ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു ലെയറുകളിൽ കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ലെയറുകളിൽ വരയ്ക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ, അത് നമ്മൾ എങ്ങനെ സ്കൂട്ടനൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ
സൂക്ഷ്മ പരിശോധന നടത്തുക എന്ന് പറയാം. നമ്മൾ വരച്ചിരിക്കുന്ന ഡ്രോയിങ് റൂൾ പരമായിട്ടും എല്ലാം ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓരോ ടോപ്പിക്കിൽ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ടും ഡ്രോയിങ് വരയ്ക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറയുന്നതിൽ ഏതെങ്കിലും റൂളുകളുടെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഏത് ഡൗട്ട് വേണമെങ്കിലും റൂൾ പരമായിട്ടുള്ള സബ്മിഷനിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വരച്ചിട്ടുള്ള സാങ്ഷൻ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന അനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു വെബിനാർ ടൈമിലും അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു K-SMART. ഇൻട്രൊഡക്ഷൻ ടു K-SMART പറയുന്നത് സങ്കേതവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് നാം ഒരു K-SMARTന്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സങ്കേതം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയി മാറിക്കഴിഞ്ഞു. K-SMART എന്ന് പറയുന്നത് നമ്മളുടെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ പറയുന്ന സങ്കേതവും K-SMART തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സങ്കേതം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സങ്കേതം എന്ന് പറയുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സോഫ്റ്റ്വെയർ. K-SMART എന്ന് പറയുന്നത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാനും മാത്രമല്ല ഒരുപാട് മറ്റ് ആവശ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സിംഗിൾ വിൻഡോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരുപാട് ആവശ്യങ്ങൾ, അതായത് നമ്മൾ ലാൻഡ് ടാക്സ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ടാക്സ് ആയിക്കോട്ടെ, ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് K-SMART വഴി നടപ്പിലാക്കാൻ കഴിയും. പിന്നെ സെക്കൻഡ് പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മാനുവൽ സ്ക്രൂട്ടനിങ്. മാനുവൽ സ്ക്രൂട്ടനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പ് നമ്മളൊരു പ്ലാൻ വരച്ചിട്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇതേ കണക്കൊരു ഷീറ്റ് ഉണ്ടാക്കി ഒരു A3-ലോ AF0-ലോ ഒക്കെ നമ്മൾ പ്രിന്റ് എടുത്ത് കൊണ്ടുപോയി ഒരു ഓവർസിയറെ കാണിക്കും. ഓവർസിയറോ അല്ലെങ്കിൽ AU ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്തിട്ട് അതിനകത്ത് കറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കി പറയും. അതാണ് നമ്മൾ മാനുവൽ സ്ക്രൂട്ടനിങ് എന്ന് പറയുന്നത്. എന്നാൽ K-SMART-ലോട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് സ്ക്രൂട്ടനിങ് ആണ്. അതായത് അവിടെ ഒരു ഓവർസിയറും AUം ഇരുന്ന് ഈ പറയുന്ന പ്ലാൻ വെരിഫൈ ചെയ്യത്തില്ല. അവിടെ ചെയ്യുന്നത് ആരാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ തന്നെയാണ് സ്ക്രൂട്ടനിങ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്ക്രൂട്ടനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി മുതൽ ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെ വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ പ്ലാൻ വരയ്ക്കാൻ കഴിയത്തുള്ളൂ. അതായത് ഓട്ടോകാഡിന്റെ വളരെ കുറച്ച് ഒരു ഹാഫ് നോളജോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഒരു നാരോ നോളജസ് കൊണ്ട് നമുക്ക് പ്ലാൻ വരച്ച് ഒരു പ്രിന്റിലാക്കി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഇപ്പോഴില്ല. അതായത് വളരെ വൃത്തിയായിട്ട് ഓട്ടോകാഡില് എറേഴ്സ് ഒന്നും കൂടാതെ ഡ്രോയിങ് വരയ്ക്കുവാണെങ്കിൽ മാത്രമേ K-SMART-ൽ സബ്മിറ്റ് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്ന ഹാർഡ് കോപ്പി ആണ് സങ്കേതത്തിൽ കൊടുക്കേണ്ടത്. ഹാർഡ് കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രിന്റ് എടുത്ത് A3-ക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു PDF ഷീറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. K-SMART-ൽ നമുക്ക് ഹാർഡ് കോപ്പി ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല, ജസ്റ്റ് സോഫ്റ്റ് കോപ്പിയാണ് കൊടുക്കാറുള്ളത്. സോഫ്റ്റ് കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോകാഡ് ഫയൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. ഓട്ടോകാഡ് ഫയലാണ് അവിടെ K-SMART-ൽ സ്വീകരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സങ്കേതം ഏകദേശം ഒരു മാസമാണ് നമുക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി എടുക്കുന്നത്. പെർമിറ്റ് കിട്ടാൻ വേണ്ടി ഏകദേശം സങ്കേതത്തിൽ ഒരു മാസം എടുത്തിരുന്നുണ്ടെങ്കിൽ K-SMART-ൽ നമ്മൾ പ്ലാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് 20 സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് പെർമിറ്റ് കിട്ടും. ആക്ച്വലി 20 സെക്കൻഡ് എന്ന് പറയുന്നത് സ്ക്രൂട്ടനിങ് ടൈം ഒന്നുമല്ല, അല്ലാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ് 20 സെക്കൻഡിനുള്ളിൽ കിട്ടുന്നത് എന്ന് പറയുന്നത്. സൈറ്റിന്റെ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട്, അതുകൂടാതെയുള്ള ടൈമാണ് പറയുന്നത് 20 സെക്കൻഡിനുള്ളിൽ കിട്ടുമെന്നാണ് നമ്മൾ ഗവൺമെന്റ് പറയുന്നത്. ഇതാണ് സങ്കേതത്തിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സങ്കേതമല്ല, K-SMART-ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഡ്രോയിങ് സ്കെയില് എന്ന് പറയുന്നത് 1:1 സ്കെയിലായിരിക്കണം നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ്ങിന്റെ മീറ്ററിലായിരിക്കണം വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ബ്ലോക്കും ഹാച്ചസും ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ലൈൻ വെയിറ്റേജ് എന്ന് പറയുന്നത് ബൈലെയറിലായിരിക്കണം. അതുപോലെ തന്നെ എലിവേഷൻ 0-ലായിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ലൈൻ ടെക്സ്റ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മൾട്ടി ലൈൻ ടെക്സ്റ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ 0 ലെയർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലെയറുകളും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ജനലിനും കതവിനും വോളിനും എല്ലാം നമ്മൾ പല പല കസ്റ്റമൈസ്ഡ് ലെയറുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും വരയ്ക്കുന്നത് 0 ലെയറിലാണ്. മറ്റ് കസ്റ്റമൈസ്ഡ് ലെയറുകൾ എന്ന് പറയുന്നത് ഒന്നിലധികം കസ്റ്റമൈസ്ഡ് ലെയർ, വോളിനൊക്കെ കൊടുക്കുന്ന കണക്കുള്ള ലെയേഴ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ DWG ഫോർമാറ്റിലായിരുന്നു സേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് DXF ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് സ്പ്ലൈൻ ടൂൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ
സ്മാർട്ടിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് വായിക്കുമ്പോൾ ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മൾ ഇത്രയും കാലം വരച്ചുകൊണ്ടിരുന്നതിൽ ഒരുപാട് എറർ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും 1:100 വരയ്ക്കാറുള്ളത്. യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് കൂടുതലും സെന്റിമീറ്ററിലും ആർക്കിടെക്ട്സ് കൂടുതലും മില്ലിമീറ്ററിലും ഒക്കെയാണ് വരയ്ക്കാറുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്കും ഹാച്ചസും എല്ലാം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഒരുപക്ഷെ ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് പുതിയൊരു ഡ്രോയിങ് സിസ്റ്റം തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് ഉണ്ടാക്കേണ്ടി വരും. കാരണം നമ്മൾ വരച്ചുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളതാണ് സ്മാർട്ട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ അവിടെയാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്. ഈ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ വരയ്ക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളിപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്ന കൺവേർട്ട് നോർമൽ ഡ്രോയിങ്സ് ടു സ്മാർട്ട് ഫോർമാറ്റ്, അതായത് നോർമൽ ഡ്രോയിങ്ങുകളെ സ്മാർട്ട് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഈ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വരയ്ക്കുന്നതിന് ഒന്നുകിൽ നമുക്ക് ഇതേ ഫോർമാറ്റിൽ ആദ്യം മുതലേ വരച്ചു വരാൻ കഴിയും. അതായത് 1:1 സെറ്റ് ചെയ്ത് മീറ്ററിലിട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് വരയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വരച്ചു വെച്ചിരിക്കുന്ന ഡ്രോയിങ്, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഇൻസ്ട്രക്ഷൻസ് സ്മാർട്ടിലെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാത്ത നമ്മൾ സാധാരണയായിട്ട് സങ്കേതത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ വരച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ആണിത്. ഇതിനെ എങ്ങനെയാണ് ഒരു സ്മാർട്ടിന് ആവശ്യമായിട്ടുള്ള ഡ്രോയിങ് ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഡ്രോയിങ്സ്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സ്മാർട്ടിന്റെ ഫോർമാറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്മാർട്ടിന് വേണ്ടി നമ്മൾ ഡ്രോയിങ് വരച്ചു വെക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഷീറ്റ് ഇല്ല, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണത്തില്ല. കണക്ക് ഓരോ റെക്ടാംഗിൾ ഒക്കെ വരച്ചിട്ട് നമ്മൾ ഗ്രൗണ്ട് പ്ലാന്, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, കണക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സാധനങ്ങളുണ്ട്, കവറേജ് ഏരിയയുടെ ഒരു ചെറിയ റെക്ടാംഗിൾ കൂടി നമ്മൾ അവിടെ വരയ്ക്കാറുണ്ട്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡ്രോയിങ്ങുകളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഡ്രോയിങ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്ന കുറെ ഡ്രോയിങ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഷീറ്റിനകത്താണ് വെച്ചിരുന്നത്. ഷീറ്റിനകത്തൊന്നും വയ്ക്കേണ്ട, നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊന്ന് മൂവ് ചെയ്ത് മാറ്റി വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡ്രോയിങ്ങുകളും, നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ഡ്രോയിങ്ങുകളും ഈ ഷീറ്റിനകത്ത് നമുക്ക് ഷീറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്ക് പുറത്തോട്ട് വെക്കാം. ഓക്കെ, അതിനുശേഷം അടുത്ത പോയിന്റ് പറയുന്നത് സൈറ്റ് പ്ലാൻ 1:100 മാറ്റുക എന്ന് പറയുന്നുണ്ട്. സൈറ്റ് പ്ലാൻ 1:100. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സൈറ്റ് പ്ലാൻ ഒന്നുകിൽ 1:200 വരയ്ക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ 1:400 വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ സൈറ്റ് പ്ലാനെയും അതുപോലെ തന്നെ സർവീസ് പ്ലാനെയും എന്താക്കി മാറ്റുക, അതിനെ ഈ പറയുന്ന 1:100 സ്കെയിലിലേക്ക് മാറ്റാം. 1:100 സ്കെയിലിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ അതിനെ ഫസ്റ്റ് തന്നെ അതിനെ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് സ്കെയിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോ ഞാൻ 1:100 സ്കെയിലിലേക്ക് സൈറ്റ് പ്ലാനെയും അതുപോലെ തന്നെ സർവീസ് പ്ലാനെയും മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഷീറ്റുകളെല്ലാം അവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഷീറ്റുകൾ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ നേരത്തെ അവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട് റെക്ടാംഗിൾ ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും മാൻഡേറ്ററി അല്ല. ഇപ്പൊ റെക്ടാംഗിൾ ആയിട്ട് വെക്കണമെന്നൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഞാൻ അതിന്റെ ഒരു എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രിന്റ് ആയിട്ട് സ്മാർട്ടിന്റെ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ പ്രിന്റ് എടുക്കുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് റെക്ടാംഗിൾ ഒക്കെ ഇട്ട് വെച്ചത്. ആ റെക്ടാംഗിൾ ഒന്നും പ്രത്യേകിച്ച് സൈസ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ ചുമ്മാ ഇതുപോലെ കുറെ റെക്ടാംഗിൾസ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ആ റെക്ടാംഗിൾ ഒന്നും ഇട്ട് ഇവിടെ ടൈം കളയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാണാനുള്ള അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് റെക്ടാംഗിൾ ഒക്കെ ഇട്ട് വെച്ചത്. സോ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡയമെൻഷൻസിന്റെ ഒന്നും ആവശ്യകത വരുന്നില്ല. നമ്മൾ ഒരു തരത്തിലുള്ള ഡയമെൻഷൻസും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഡയമെൻഷൻസിനകത്ത് കുറെ ഡയമെൻഷൻസ്, ഞാൻ ഡയഗണൽ ഡയമെൻഷൻസും അലൈൻഡ് ഡയമെൻഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഡയമെൻഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഡയമെൻഷൻസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ക്വിക്ക് സെലക്ട് ചെയ്തിട്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എല്ലാം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം QSE എന്ന് പറയുന്ന ക്വിക്ക് സെലക്ടിന്റെ ഷോർട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് ഡയമെൻഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യം റൊട്ടേറ്റഡ് ഡയമെൻഷൻസ് ഉണ്ട്. റൊട്ടേറ്റഡ് ഡയമെൻഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ കളർ വെച്ചിട്ടാണ് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ ഈക്വൽ ടു കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈക്വൽ ടു കൊടുത്തിട്ട്
ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണ്, ഞാൻ ഇവിടെ റൊട്ടേറ്റഡ് ഡയമെൻഷൻ എടുത്തിട്ട് നോട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാതെ ഉള്ള, അതായത് വൈറ്റ് കളർ ഞാൻ ഡയമെൻഷൻസിൽ കൊടുക്കാറില്ല. അപ്പം കൊടുക്കാത്ത ഒരു കളർ നോട്ട് ഈക്വൽ ടു കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അവിടെ ഉള്ള എല്ലാ ഡയമെൻഷൻസും അവിടെ സെലക്ട് ആയി. ഞാൻ ജസ്റ്റ് കീബോർഡ് വഴി അത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ വീണ്ടും എല്ലാം സെലക്ട് ചെയ്യുന്നു. ക്വിക്ക് സെലക്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് നെക്സ്റ്റ് അടുത്തായിട്ട് റേഡിയൽ ഡയമെൻഷൻസ് ഉണ്ട്. അവിടെ ഞാൻ നോട്ട് ഈക്വൽ ടു വൈറ്റ് കളർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയുള്ള റേഡിയൽ ഡയമെൻഷൻസ് അവിടെ സെലക്ട് ആവുന്നുണ്ട്. ഞാൻ ഒരു തവണ കൂടി എനിക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നു, സെലക്ട് എടുത്ത ശേഷം അതിൽ അലൈൻഡ് ഡയമെൻഷൻസ് ഉണ്ട്. അലൈൻ ഡയമെൻഷൻസ് നോട്ട് ഈക്വൽ ടു വൈറ്റ് കൊടുത്ത് ഞാൻ അത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതും ഡിലീറ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള എല്ലാ ഡയമെൻഷൻസും ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറയുന്നത് കൺവേർട്ട് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ടു സിംഗിൾ ലൈൻ ടെക്സ്റ്റ്. മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്തുവാണെന്നും സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എന്തുവാണെന്നും ഒക്കെ ഓട്ടോകാഡ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ എന്താ, ഈ ഒരു ഡ്രോയിങ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ 1, 2, 3 എല്ലാ ലൈൻസുകളെല്ലാം ഒരുമിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് എന്താണ്, മൾട്ടി ലൈൻ ടെക്സ്റ്റുകളാണ്. ഓക്കെ, ഈ മൾട്ടി ലൈൻ ടെക്സ്റ്റുകളെ നമ്മൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റുകളാക്കി മാറ്റണം. അത് നമുക്ക് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലോക്കുകളും ഹാച്ചസും എല്ലാം നമുക്ക് അവിടെ റിമൂവ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ ഈ ഡ്രോയിങ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിവിടെ ഒരു ബ്ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഹാച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ബ്ലോക്കുകളും ഹാച്ചസും എല്ലാം ഞാനിവിടെ ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഇത് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എക്സ്പോർട്ടിന്റെ ഷോർട്ട് കീ എക്സ് എന്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വീണ്ടും വന്നിട്ട് ഈ ഒരു ബെഡ് സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ലൈൻ ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാച്ചസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ലൈറ്റ് ലൈൻ ആയിട്ടാണ് സെലക്ട് ആകുന്നത്. സോ അപ്പൊ അവിടെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ വെയിറ്റേജ് ബൈലെയർ ആക്കുക. നെക്സ്റ്റ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു PPT നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് നമുക്ക് കുറച്ചധികം ടോപ്പിക് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ്. ലൈൻ വെയിറ്റേജ് ബൈലെയർ ആക്കുക. ലൈൻ വെയിറ്റേജ് ബൈലെയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫുൾ ഡ്രോയിങ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ ലൈൻ വെയിറ്റേജിൽ പോവുക, ജസ്റ്റ് ബൈലെയർ ആക്കി കൊടുക്കുക, എൻ്റർ. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫുള്ള് എന്താണ് ബൈലെയർ ആയിട്ട് ലൈൻ വെയിറ്റേജ് മാറുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർജ് ചെയ്യുക, എലിവേഷൻ 0 ആക്കുക. പർജ് ചെയ്യുക, എലിവേഷൻ 0 ആക്കുക. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് വരിക, പർജിന്റെ ഷോർട്ട് കീ PU എൻ്റർ കൊടുക്കുക. പർജ് ഓൾ ഐറ്റംസ് കൊടുത്തിരുന്ന മതി. പർജ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് വേണ്ട എലിവേഷൻ 0 ആക്കാനാണ്. എലിവേഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം അതിന്റെ തിക്നെസ്സും 0 ആയി കൊടുത്തിരുന്ന എലിവേഷൻ നമ്മൾ ഓൾമോസ്റ്റ് വരയ്ക്കുന്ന എല്ലായിടത്തും 0 തന്നെ ആയിരിക്കും. എങ്കിൽ കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് 0 ആക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ക്രിയേറ്റ് ന്യൂ ലെയർ. നമ്മളൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് പുതിയതായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരുപാട് ലെയറുകൾ നമ്മളെ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ 0 ലെയർ ഉപയോഗിക്കുന്നുണ്ട്, ആക്സസറീസ്, ഡയമെൻഷൻസ്, അങ്ങനെ ഒരുപാട് ലെയറുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു ലെയർ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കും. ഞാനിവിടെ ജസ്റ്റ് എന്റെ സെന്ററിന്റെ ആർക്കി കൊട്ടിയോ എന്ന് എന്റെ സെന്ററിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ട് നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാനൊരു ലെയർ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ട് ഒരു ന്യൂ ലെയർ കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒരു നെയിം ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് സെറ്റസ് കറണ്ട് കൊടുത്തു, ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഉള്ള എല്ലാ ഡ്രോയിങ്സും സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആർക്കി കുട്ടി എന്ന് പറയുന്ന ആ ലെയറിലേക്ക് നമ്മളെ ഫുൾ ഡ്രോയിങ്സ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ലെയറുകൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിലീറ്റ് അതർ ലെയർ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഷോർട്ട് കീ ലെയർ ഡെൽ എന്ന് പറയുന്നതാണ്. ലെയർ ഡിലീറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്കിവിടെ നെയിംസ് ചോദിക്കുന്നുണ്ട്. നെയിംസ് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെയർ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കുക. വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം അത് വന്നിട്ട് ചില വേർഷനുകളിൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള അപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത എല്ലാ ലെയറുകളും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഡിലീറ്റ് ലെയർ കൊടുക്കുമ്പോഴത്തേക്ക്
നമ്മളിവിടെ 0th ലെയറും അതുപോലെ തന്നെ ആർക്കി കൊട്ടിയോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ലെയറുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ലെയറുകളും നമുക്ക് ഇവിടുന്ന് ഡിസപ്പിയർ ആയിട്ടുണ്ട്. അതായത് നമ്മളെ ആർക്കി കുട്ടിയം എന്ന് പറയുന്ന ഞാൻ കൊടുത്ത ലെയറും അതുപോലെ തന്നെ 0th ലെയറും മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി ലെയറുകളെല്ലാം തന്നെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കവറേജ് ഏരിയ വരയ്ക്കുക എന്ന് പറയും. അതായത് കവറേജ് ഏരിയ വരയ്ക്കുക. നമ്മുടെ ഡ്രോയിങ് ഇതാണ്. ഈ ഡ്രോയിങ് ഇതാവുമ്പോഴത്തേക്ക് ഇതിനകത്ത് കവറേജ് ഏരിയ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കവറേജ് ഏരിയ ഇപ്പൊ എന്റെ ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയിലാണ് കവറേജ് ഏരിയ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ എന്റെ കവറേജ് ഏരിയ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. സോ അപ്പൊ ഞാനത് ഇവിടെ ഒരു കറക്റ്റ് റെക്ടാംഗിൾ ആയതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ റെക്ടാംഗിൾ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോളിലൈൻ ഉപയോഗിക്കുക. അല്ലാണ്ട് നോർമൽ ലൈൻസ് എടുത്ത് വെച്ച് ഒരു കാരണവശാലും വരയ്ക്കാൻ പാടില്ല. ഞാനിവിടെ റെക്ടാംഗിൾ ആണ് ഉപയോഗിച്ചത്. എനിക്കൊരു കറക്റ്റ് റെക്ടാംഗിൾ ആയതുകൊണ്ടാണ് റെക്ടാംഗിൾ ടൂൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ റെക്ടാംഗിൾ അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് പോളിലൈൻ. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ആ ഒരു ലൈൻ സെലക്ട് ചെയ്തു. അത് മൂവ് ചെയ്ത് ഞാനിവിടുത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ജസ്റ്റ് ഒരു പേര് നിങ്ങൾക്ക് കൊടുത്തു വെച്ചിരിക്കുക. ആ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവറേജിന്റെ തന്നെ കൊടുത്തിരുന്നാൽ മതി. ജസ്റ്റ് കവറേജ് എന്ന് പറ്റും. ഓക്കെ, കവറേജ് എന്ന് കൊടുത്തിരുന്നാൽ മതി. അത് നമുക്ക് ലെയറിൽ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ഡ്രോയിങ്സ് ഫ്രം സെന്റിമീറ്റർ ടു മീറ്റർ. സെന്റിമീറ്ററിൽ നിന്ന് ഇതിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ജസ്റ്റ് സ്കെയിൽ ചെയ്തിരുന്നാൽ മതി. അതിന് ഉപയോഗിക്കുന്ന സ്കെയിൽ ഫാക്ടർ 0.01 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ജസ്റ്റ് ടോട്ടൽ സെലക്ട് ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ സ്കെയിൽ ഫാക്ടർ 0.01 കൊടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇത് മീറ്ററിലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. മീറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മളെ യൂണിറ്റ് എന്ന് പറയുന്നത് നേരത്തെ സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ മീറ്ററിൽ മാറ്റും, പക്ഷെ ഇവിടെ യൂണിറ്റ് ചേഞ്ച് ആവത്തില്ല. യൂണിറ്റ് ചേഞ്ച് ആവാത്തിടത്തോളം കാലം ഇത് സെന്റിമീറ്ററിൽ തന്നെ ആയിരിക്കും ഓട്ടോകാഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂട്ടനിങ് ടൈമിൽ റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെന്റിമീറ്റർ എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയി, യൂണിറ്റ് മാറ്റുക. അതിനുശേഷം സെന്റിമീറ്റർ എന്നുള്ളത് മാറ്റി മീറ്ററിൽ കൊടുത്ത് ഓക്കെ ആക്കുക. അപ്പം ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ആദ്യം കണ്ട സാങ്ഷൻ ഡ്രോയിങ്, നിങ്ങൾ വരച്ചിരുന്ന സാങ്ഷൻ ഡ്രോയിങ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. ഇപ്പൊ ഞാനിവിടെ 2 ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആർക്കിഡ് വിഷ്ണു സാങ്ഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു ഫയലിലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സാധാരണയായിട്ട് വരച്ചുകൊണ്ടിരുന്ന ഷീറ്റിൽ വരച്ച ഡ്രോയിങ് ആയിരുന്നു ആർക്കിഡ് വിഷ്ണു സാങ്ഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടിരുന്നത്. നമ്മളിപ്പോ രണ്ടാമതായിട്ട് ആർക്കിഡ് വിഷ്ണു കെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലിലാണ് നമ്മൾ കെ സ്മാർട്ടിൽ വരയ്ക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന ഫയലായി മാറിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഫയലും അതേ ഫോർമാറ്റിലേക്ക് മാറി. ഞാൻ നേരത്തെ കുറച്ച് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് ബോക്സ് എന്ന് വരച്ചത്ര ഇതായിട്ട് ഇടാത്തത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മളെ കേസ് സ്മാർട്ടിലെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് വരച്ചിരിക്കുന്ന ഫോർമാറ്റിലാണ് നമ്മളിപ്പം ആയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ കേസ് സ്മാർട്ടിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്രോയിങ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഡീൽ ചെയ്തു. ഇപ്പൊ നോർമലി നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് നമ്മൾ കെ സ്മാർട്ട് ഫോർമാറ്റിലേക്ക് മാറ്റി. ഇനി അടുത്തായിട്ട് നമുക്കുള്ളത് കെ സ്മാർട്ട് മെട്രിക്സിൽ, അതായത് നമ്മളെ കയ്യിലുള്ള ഈ കെ സ്മാർട്ട് മെട്രിക്സിൽ എങ്ങനെയാണ് ഈ കെ സ്മാർട്ട് മെട്രിക്സിൽ പറഞ്ഞിട്ടുള്ള ഇവിടെ കുറെ ലെയറുകൾ ഉണ്ട്. ഇതാണ് ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന ലെയറുകൾ. ഈ ലെയറുകളിൽ വേണം നമ്മൾ ഡ്രോയിങ് വരയ്ക്കാൻ. അതിൽ ഈച്ച് ആൻഡ് എവരിത്തിങ് ഈ ലെയറിൽ തന്നെ ആയിരിക്കണം വേണ്ടത്. അപ്പം ഈ ലെയറിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് അതിന് ആ ലെയറുകൾ കെ സ്മാർട്ട് മെട്രിക്സ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അതിന്റെ ഒരു ചാർട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ പോവുക. ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോവുക, എന്നിട്ട് കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ നിന്ന് ലൈസൻസി യൂസർ മാനുവൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ ഗൂഗിളിൽ എടുത്ത് കെ സ്മാർട്ട് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കെ സ്മാർട്ട് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നത് നമ്മുടെ കെ സ്മാർട്ടിന്റെ ഓപ്ഷൻ ആണ്. ഓക്കെ, അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് കിടപ്പുണ്ട്. കെ സ്മാർട്ടിനകത്ത് കെ സ്മാർട്ട് സെർച്ച് ചെയ്യും, ബിൽഡിംഗ് പെർമിറ്റ്, അതിനുശേഷം ലൈസൻസിങ് യൂസർ മാനുവൽ.
ഓക്കെ, കേസ് സ്മാർട്ടിനകത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് സെർച്ച് ചെയ്തു. അത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ലൈസൻസി യൂസർ മാനുവൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ടൈപ്പ് ബിൽഡിങ്ങുകളുടെയും, അതായത് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, ഒരു ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ബിൽഡിങ്ങുകളുടെയും ലെയർ മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ എങ്ങനെ വരയ്ക്കാമെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഗൂഗിൾ ചെയ്യുക, കേസ് സ്മാർട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ബിൽഡിംഗ് പെർമിറ്റിൽ നിന്ന് ലൈസൻസി യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഞാനത് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് നമ്മളെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയി വരും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതാണ് ഞാൻ ഈ കേരള ഗവൺമെന്റിന്റെ കേസ് സ്മാർട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഫയൽ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ലെയർ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ കോപ്പി ദി പ്ലാൻ ഇൻഫോ ടു അവർ ഡ്രോയിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാൻ ഇൻഫോ നമ്മളെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ കേസ് സ്മാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് PPT-ലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെയാണ് നമ്മൾ പ്ലാൻ ഇൻഫോ എന്ന് പറയുന്നത്. പ്ലാൻ ഇൻഫോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റെഡ് ആൻഡ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പ്ലാൻ ഇൻഫോ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ Ctrl+C കോപ്പി ഇവിടെ ചെയ്തിട്ട് നമ്മളെ ഫയലിൽ അത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കുറെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് RS നമ്പർ കൊടുത്തിരിക്കുന്ന സർവേ നമ്പർ ആണ്, റവന്യൂ, വാർഡ്, വില്ലേജ്, ഈ തരത്തിലിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീസർവേ നമ്പർ പൊസിഷൻ സർട്ടിഫിക്കറ്റിൽ കാണും. 227/42 എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളുടെ റീസർവേ നമ്പർ കിടപ്പുണ്ട്. അതുപോലെ ലാൻഡ് ടാക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലേജ് അവിടെ കിടപ്പുണ്ട്. സോ അപ്പൊ നമ്മളുടെ ഈ ഒരു ഡീറ്റെയിലേക്ക് വന്ന ശേഷം നമുക്ക് ആ ഒരു റീസർവേ നമ്പറിന്റെ പോർഷനകത്ത് ജസ്റ്റ് ആ റീസർവേ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. 127/14-2. ഓക്കെ, നമ്മളെ റീസർവേ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ റവന്യൂ വാർഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഡോക്യുമെന്റ്സിൽ നിന്ന് കിട്ടുന്നതല്ല, നമുക്കത് എൻക്വയറി ചെയ്യാം. എന്റെ സൈറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തൃക്കടവൂടാണ്, അതുകൊണ്ട് തന്നെ അത് 10ാം വാർഡാണ്. ഞാനത് 10ാം വാർഡെന്ന് കൊടുത്തു. സോ അത് തന്നെ വില്ലേജിന്റെ പേരും ഞാൻ ഇവിടെ ജസ്റ്റ് ഫുൾ ടൈപ്പ് ചെയ്ത് ടൈം കളയുന്നില്ല. നമ്മളെ വില്ലേജിന്റെ പേര് കൊടുക്കുക. ദേശവും നിങ്ങളുടെ ആ ലോക്കൽ ബോഡിയുടെ ലോക്കൽ ആയിട്ടുള്ള അവിടുത്തെ സ്ഥലം കൊടുത്താൽ മതി. ദേശം തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഡോക്യുമെന്റ്സിൽ ഉണ്ടാവത്തില്ല. ദേശം എന്ന് പറയുന്ന അവിടുത്തെ ലോക്കലായിട്ട് അറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് കൊടുത്തിരുന്നാൽ മതി, വേറെ പ്രശ്നവും തന്നെ ഇല്ല. ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്, അത് സെർച്ച് ചെയ്ത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി ഈ പറയുന്ന പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ വെക്കേണ്ട ഡോക്യുമെന്റ് ഡീറ്റെയിൽ ആണ്. അത് നമുക്ക് ഇവിടെ ജസ്റ്റ് പൊസിഷൻ സർട്ടിഫിക്കറ്റിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4/6 ഒരു മീറ്റർ, അതായത് ഒരു ചതുരശ്ര മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 4.01 R എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൊടുക്കാനുള്ളത് M²ലാണ്. അത് നമുക്ക് വരുന്നത് 401 M² എന്നാണ് അതിന്റെ ഏരിയ വരുന്നത്. പ്ലോട്ട് ഏരിയ 401 M², അതായത് 4/6 M² എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെപ്ത് കട്ടിങ് മോർ ദാൻ 1.5 മീറ്റർ എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ വീടൊക്കെ പണിയുമ്പോഴത്തേക്ക് അതിന്റെ ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഏകദേശം ഒരു 15 സെന്റിമീറ്റർ 80 സെന്റിമീറ്റർ ഒക്കെ വരുത്തുള്ളൂ. പക്ഷേ ചില വലിയ സൈറ്റുകളിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 150 സെന്റിമീറ്റർ, അതായത് 1.5 മീറ്ററിൽ കൂടുതൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരാറുണ്ട് വലിയ വലിയ കൊമേഴ്ഷ്യൽ സൈറ്റുകളിലൊക്കെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോറിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം എക്സ്കവേറ്റ് ചെയ്യുന്നു, അതിന് സപ്പോർട്ടീവായിട്ട് നമ്മൾ ഷോറിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഡ്രോയിങ് സെപ്പറേറ്റ് വരച്ചു കൊടുക്കണം. അങ്ങനെ വരച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഷോറിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ വരച്ചു കൊടുക്കുന്നില്ല, എന്റേത് നോ ആണ്. എന്റേത് CRZ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. CRZ അല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സെക്യൂരിറ്റി സോൺ എന്ന് പറയുന്നത് മിലിറ്ററി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലൊക്കെ വരുന്ന സ്ഥലം, എയർപോർട്ടിന് അടുത്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ CRZ സോൺ എന്നൊക്കെ പറയുന്നത്. ആക്സിസ് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി തന്നെ സൈറ്റ് പ്ലാനിൽ വരച്ചു വെക്കാറുണ്ട്. നമ്മളെ ഗേറ്റിന്റെ വീതി 4 മീറ്റർ ആണ്. സാധാരണ 4-3 മീറ്റർ നമുക്ക് കൊടുക്കാം. എന്റെ സൈറ്റിൽ ഞാനത് കൊടുത്തിരിക്കുന്നത് 4 മീറ്റർ ആണ്. ഈ മീറ്റർ എന്ന് നമുക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല, കാരണം ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 എന്ന് കാണിച്ചിരുന്നാൽ മതി. ഇനി അടുത്തായിട്ട് ഓപ്പണിംഗ് ആപ്പോ എന്ന് പറഞ്ഞിട്ട് കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നിങ്ങളത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ പാടാണ്, കാരണം അത് നമ്മളെ ലീഗലി പറയുന്ന പല ഡീറ്റെയിൽസും ഈ റൂളുകൾ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞുതരാം. നമുക്ക്
ഒരു വീടിന് മിനിമം സെറ്റ് ബാക്ക് കൊടുക്കുന്നത് 1 മീറ്റർ. മിനിമം സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് സെറ്റ് ബാക്ക് സൈഡിൽ മതി. ബാക്കി റെയറിലാണെങ്കിൽ 1.5, ഫ്രണ്ടിൽ 3 മീറ്റർ. അപ്പൊ അതിൽ 1 മീറ്റർ ആണ് ഏറ്റവും ചെറിയ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ചില കേസുകളിൽ നമുക്ക് 1 മീറ്ററിൽ താഴെ സെറ്റ് ബാക്ക് കൊടുക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ 60 സെന്റിമീറ്ററോ 50 സെന്റിമീറ്ററോ സീറോ സെറ്റ് ബാക്ക് ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പണിയാൻ പറ്റും. അങ്ങനെ 60 സെന്റിമീറ്റർ സെറ്റ് ബാക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് ലിൻഡലിന് താഴെ നമ്മൾ ഒരു തരത്തിലുള്ള ഓപ്പണിങ്സും കൊടുക്കാൻ പാടില്ല. അതായത് സെറ്റ് ബാക്ക് 60 സെന്റിമീറ്റർ താഴെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ 60 സെന്റിമീറ്റർ ആണെങ്കിൽ ഓപ്പണിങ്സ് ലിൻഡലിന് താഴെ കൊടുക്കാൻ പാടില്ല. ലിൻഡലിന് മുകളിൽ നമുക്കൊരു വെന്റിലേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ലിൻഡലിന് മുകളിൽ നമുക്ക് വെന്റിലേഷൻ കൊടുക്കണം. 50 സെന്റിമീറ്റർ ആണ് സെറ്റ് ബാക്കിന്, 60 അല്ല 50 ആണെന്നുണ്ടെങ്കിൽ ലിൻഡലിന് മുകളിലും ലിൻഡലിന് താഴെയും ഒരു തരത്തിലുള്ള ഓപ്പണിങ്സും കൊടുക്കാൻ പാടില്ല. അടുത്ത സീറോ സെറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ നെയ്ബർ കൺസേൺ, അതായത് 100 രൂപയുടെ മുദ്രപത്രത്തിൽ നെയ്ബറുടെ കയ്യിൽ നിന്ന് ഒരു കൺസേൺ മേടിച്ച ശേഷം നമ്മൾ ഡ്രോയിങ് വരച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിങ്സ് കൊടുക്കാം. നെയ്ബറുടെ കൺസേൺ ലെറ്റർ മാത്രം മതി. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും കാറ്റഗറി ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് 2.1 എന്നവിടെ മീൻ ചെയ്യുന്ന ലിൻഡൽ ലെവലിനെയാണ്. മിനിമം ലിൻഡൽ ലെവൽ 2.1 ആണ്. അപ്പൊ 2.1 ലിൻഡൽ ലെവൽ ഈക്വൽ ആയിട്ട് 60 സെന്റിമീറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഓപ്പണിങ്സ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കണക്ക് NOC എന്ന് പറയുന്നത് നമ്മൾ നെയ്ബർ കൺസേണിനെയാണ് NOC എന്ന് മീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്റെ സൈറ്റിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഞാനിപ്പം റൈസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു ഈക്വൽ ടു എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നെഗ്ലക്ട് ചെയ്യരുത്. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക്, ഈ ഈക്വൽ ടു പോയാൽ പോലും നമ്മുടെ ഫയല് മുമ്പോട്ട് പോകത്തില്ല, തിരിച്ചു കയ്യിൽ തന്നെ വരും. സോ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ പ്രോപ്പർട്ടി ഗവൺമെന്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിന്റെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, മെക്കാനിക്കൽ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. മെക്കാനിക്കൽ പാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഞാൻ ഈ PPT ഇട്ടിരിക്കുന്ന തരത്തിലുള്ള പാർക്കിങ്ങോ മറ്റോ നമ്മളുടെ സൈറ്റിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതാണ് മെക്കാനിക്കൽ പാർക്കിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ മെക്കാനിക്കൽ പാർക്കിംഗ് ഒന്നും കൊടുക്കുന്നില്ല, 0 തന്നെ കൊടുത്തിരുന്നാൽ മതി. എക്സിസ്റ്റിംഗ് ഫ്ലോർ ഏരിയ ടു ബി ഡിമോളിഷ്ഡ്. ഞാൻ ഏതെങ്കിലും ഇപ്പൊ ഓൾറെഡി ഒരു വീട് നിൽക്കുന്ന സ്ഥലത്തിന് മുകളിലാണ് അടുത്തത്, അതായത് ആ വീട് പൊളിച്ചതിന് ശേഷമാണ് അടുത്തത് പണിയാൻ പോകുന്നതെങ്കിൽ ഞാൻ അവിടെ ഡിമോളിഷ് ചെയ്യാൻ പോകുന്നു. ആ ഡിമോളിഷ് ചെയ്യാൻ പോകുന്ന ഏരിയ എത്ര ആണെന്ന് അവിടെ കാണിക്കണം. അടുത്തത് ആയിട്ട് കൊമേഴ്ഷ്യൽ സോണിലാണോ എന്ന് ചോദിക്കും. കൊമേഴ്ഷ്യൽ സോണൊക്കെ നമുക്ക് അറിയുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഓഫ് കൊല്ലം സിറ്റിയാണ്. കൊല്ലം സിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിന്റെ വലത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് കുറെ കാര്യങ്ങൾ, അതായത് ഹൈ ഡെൻസിറ്റി റെസിഡൻഷ്യൽ സോൺ, കൊമേഴ്ഷ്യൽ സോൺ, ഇൻഡസ്ട്രിയൽ സോൺ എന്ന് പറഞ്ഞ് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു ജസ്റ്റ് ഒരു സ്ഥലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ കടപ്പാക്കട ജംഗ്ഷൻ എടുത്തു നോക്കി. ഞാനിപ്പോ പോയിന്റ് ചെയ്തിരിക്കുന്ന മൗസ് പോയിന്റ് ഇരിക്കുന്ന കടപ്പാക്കട ജംഗ്ഷനിലാണ്. അപ്പൊ നമ്മളെ സെന്റർ ഇരിക്കുന്ന കടപ്പാക്കട അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ സോൺ ആയിട്ടാണ് കടപ്പാക്കട കളർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഞാനിപ്പോ കടപ്പാക്കട പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ സ്ഥലം ഇരിക്കുന്നത് എവിടെയാണെന്ന് സെർച്ച് ചെയ്ത ശേഷം അത് കൊമേഴ്ഷ്യൽ സോൺ ആണോ റെസിഡൻഷ്യൽ സോൺ ആണോ എന്ന് മാർക്ക് ചെയ്ത് കൊമേഴ്ഷ്യൽ സോൺ ആണെങ്കിൽ എസ് കൊടുക്കുക. ഇപ്പൊ എന്റെ കടവൂരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൊമേഴ്ഷ്യൽ സോൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നോ കൊടുത്തു. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഓൾട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾട്രേഷന്റെ ഏരിയ കൊടുക്കുക. ഓൾട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൾട്രേഷൻ ഏരിയ കൊടുക്കുക. ആക്സസ് ഹെഡ്റൂം എന്ന് പറയും. ആക്സസ് ഹെഡ്റൂം മീൻ ചെയ്യുന്നത് നമ്മളിപ്പം ചില വീടുകളിലൊക്കെ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് ഗേറ്റിൽ ഇതുപോലൊക്കെ ചെയ്തു വെക്കാറുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വീടിന് തീ പിടിച്ചപ്പോഴത്തേക്ക് ഫയർഫോഴ്സിന്റെ വർക്കുകൾ വന്ന് പുറത്ത് കടന്നു എന്നൊക്കെ രീതിയിലുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. പല ആൾക്കാരും വീടിന് നമ്പർ കിട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് മിനിമം 5 മീറ്റർ എങ്കിലും ഇതിന് ഹെഡ് കൊടുക്കണം എന്ന റൂൾ ഉണ്ട്. നിങ്ങളുടെയൊക്കെ 5 മീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിമോളിഷ് ചെയ്യണമെന്ന് തന്നെ ആയിരിക്കും റൂൾ വരുന്നത്. കാരണം പലരും ഇത് നമ്പർ എടുത്തതിന് ശേഷം ചെയ്യുന്നതുകൊണ്ടാണ് പല വീടുകളിലും ഈ സാധനം ഇതേപോലെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹൈറ്റ് 5 മീറ്റർ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് 5 മീറ്റർ ആണോ എന്നുള്ള 5 മീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെർമിറ്റ് കിട്ടത്തില്ല. ഞാൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. ഈ താഴോട്ട് വരുന്നതെല്ലാം A2 ഒക്യുപ്പൻസി, അതായത് നമ്മുടെ ചില ഹോട്ടലുകളോ അങ്ങനെയുള്ള ഒക്യുപ്പൻസി ആണെങ്കിൽ മാത്രമാണ് നമ്പർ ഓഫ് റൂംസ്, വർക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ നോർമൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രത്തോളം ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ അവസാനിച്ചു.
ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡയമെൻഷൻ സ്റ്റൈൽ കോപ്പി ചെയ്യാനാണ് അവിടെ പറയുന്നത്. ഡയമെൻഷൻ സ്റ്റൈൽ കോപ്പി ചെയ്യുക. ഞാൻ കെ സ്മാർട്ട് മെട്രിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഈ ഒരു ഡയമെൻഷനിലായിരിക്കണം നമ്മൾ ഡ്രോയിങ്ങുകൾ വരയ്ക്കണം. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, Ctrl+C കൊടുത്ത് നമ്മളുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഡയമെൻഷൻ സ്റ്റൈൽ ഷോർട്ട് കീ ഡി എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ അവിടെ വന്നിട്ടുണ്ട്. സെറ്റ് ആസ് കറന്റ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അനോട്ടേഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കെ സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ നമ്മളെ ഫയലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഡയമെൻഷൻ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മളുടെ സെറ്റസ് കറന്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൊവൈഡ് നെസസറി ഡയമെൻഷൻസ്, ആവശ്യമുള്ള ഡയമെൻഷൻസ് കൊടുക്കാനാണ് പറയുന്നത്. ഈ ആവശ്യമുള്ള ഡയമെൻഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന കണക്ക് എല്ലാം കൂടെ ജസ്റ്റ് എന്താണ് വാരി വലിച്ചിട്ട് ഡയമെൻഷൻസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. ജസ്റ്റ് നമ്മൾ ലീനിയർ ഡയമെൻഷൻ എടുക്കുക. ഇതൊരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 4 സൈഡിൽ 2 സൈഡ് മാത്രം ഡയമെൻഷൻ ചെയ്യുക. ലെഫ്റ്റിലും അതുപോലെ തന്നെ റൈറ്റിലും 2 സൈഡിൽ ഡയമെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സ്പീഡിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് വേണം ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലും ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ ഡയമെൻഷൻ ചെയ്യുക. ഇതുപോലെ തന്നെ 2 സൈഡിൽ മാത്രം ചെയ്തിരുന്നാൽ മതി. പിന്നീട് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന്റെ പാർട്സ് ഡയമെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ലിൻഡലിന്റെയും ഈ പറഞ്ഞ PCC ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഹൈറ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അതിനുശേഷം ഇൻസൈഡ് ഹൈറ്റ് കൂടി മാർക്ക് ചെയ്ത് കാണിക്കുക. ഇൻസൈഡ് ഹൈറ്റ് എത്രയാണ് എന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് കാണിക്കുക. ഓർത്ത് ഓൺ ചെയ്യുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അതിനുശേഷം ഹാൻഡ് റെയിലിന്റെ കൂടി ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കുക. ഹാൻഡ് റെയിലിന്റെ കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുക. അതിനുശേഷം ഇത്രയാണ് നമ്മൾ ബിൽഡിംഗ് പ്ലാനിൽ കാണിക്കാനുള്ളത്. പിന്നീട് നമുക്ക് സൈറ്റ് പ്ലാനിലേക്കാണ് വരുന്നത്. സൈറ്റ് പ്ലാനിലേക്ക് വരുമ്പോഴത്തേക്ക് നെസസറി ഐറ്റംസിന്റെ സെറ്റ് ബാക്കുകൾ നമ്മൾ കാണിക്കുക. നെസസറി ഐറ്റംസിന്റെ സെറ്റ് ബാക്കുകൾ കാണിക്കാം. നെസസറി ഐറ്റംസിന്റെ സെറ്റ് ബാക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നെസസറി ഐറ്റംസ് വരുന്നത് വേസ്റ്റ് ഡിസ്പോസൽ ടാങ്ക് ഉണ്ട്, അതും പ്ലോട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ സെപ്റ്റിക് ടാങ്കും പ്ലോട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാണിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പെർക്കുലേഷൻ പിറ്റ്, ഇത് കണക്കുന്ന എല്ലാ നെസസറി ഐറ്റംസും തമ്മിലുള്ള എന്ത് കാണിക്കുക, സെറ്റ് ബാക്കുകൾ കാണിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നെസസറി ഐറ്റംസും തമ്മിലുള്ള സെറ്റ് ബാക്കുകൾ കാണിക്കുക. പ്രപ്പോസ്ഡ് വെല്ലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രപ്പോസ്ഡ് വെല്ലിന്റെ കേസിൽ 2 ഡയമെൻഷൻസ് കാണിക്കുക. ഒരെണ്ണം നമ്മളുടെ പ്ലോട്ടിനായിട്ടും അതുപോലെ തന്നെ ഒരെണ്ണം റോഡുമായിട്ടുമുള്ള സെറ്റ് ബാക്ക് അവിടെ കാണിക്കുക. ഓക്കെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിന്റെ എല്ലാ നെസസറി ഐറ്റംസിന്റെയും സെറ്റ് ബാക്കുകൾ കാണിച്ചിരിക്കുക. വീടിന്റെ കാണിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് കാണിക്കാനുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെൽ ആൻഡ് സെപ്റ്റിക് ടാങ്ക്. വെല്ലും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസും വെല്ലും വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിക്കും. ഓക്കെ, ഞാൻ കിണർ എടുക്കുമ്പോഴത്തേക്ക് കിണറിന്റെ സെന്ററിൽ നിന്നല്ല എടുക്കേണ്ടത്, കിണറിന്റെ സെന്ററിൽ നിന്നല്ല എടുക്കേണ്ടത്, ഏതെങ്കിലും ഒരു നിയറസ്റ്റ് പോയിന്റിൽ നിന്ന് എടുത്ത ശേഷം ഓർത്തോ ഓഫ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് നമ്മളെ പ്രപ്പോസ്ഡ് സെപ്റ്റിക് ടാങ്കിന്റെ അപ്രോക്സിമേറ്റ് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് അലൈൻഡ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ലീനിയർ ഇട്ട് ചെയ്യരുത്. ജസ്റ്റ് നമ്മളുടെ വെല്ലിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിന്റെ അപ്രോക്സിമേറ്റ് സെന്റർ വരെയുള്ള അലൈൻഡ് ഡിസ്റ്റൻസ് എടുക്കുക. അതുപോലെ തന്നെ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കിന്റെ അപ്രോക്സിമേറ്റ് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഈ 2 ഡിസ്റ്റൻസും കൂടി മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഡയമെൻഷനിങ് എന്ന് പറയുന്ന സ്റ്റേജ് ഇവിടെ അവസാനിച്ചു. ഡയമെൻഷനിങ് എന്ന് പറയുന്ന സ്റ്റേജ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈനിങ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സുകൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറയും. ഡ്രോയിങ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കെ സ്മാർട്ട് മെട്രിക്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഡ്രോയിങ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം. ഇതിൽ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഓക്യുപ്പൻസിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ 1 ഉപയോഗിക്കുക. റെസിഡൻഷ്യൽ ഓക്യുപ്പൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ 2 ഉപയോഗിച്ചിരുന്നാൽ മതി. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോകാഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർട്ടി, അതിപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു
ലൈൻ ഇവിടെ വരച്ചു. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്തു. ഞാനിവിടെ ഒരു കളർ കൊടുത്തു. ജസ്റ്റ് ഞാനിവിടെ ഒരു സർക്കിൾ എടുത്ത് ഇവിടെ വരച്ച ശേഷം ഞാൻ MA എന്നാണ് മാച്ച് പ്രോപ്പർട്ടീസിന്റെ ഷോർട്ട് കീ. ഞാൻ MA എടുത്തു. ഫസ്റ്റ് ഞാൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഈ ലൈനിന്റെ പ്രോപ്പർട്ടി, ആ സെയിം കളർ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കളറ് ഇങ്ങോട്ട് കോപ്പി ആയിട്ടാണ്, അതിന്റെ പ്രോപ്പർട്ടി കോപ്പി ആയി എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഡ്രോയിങ്ങിനകത്ത് ലെയർ മെട്രിക്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ജസ്റ്റ് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഞാൻ ഇട്ടിരിക്കുന്ന PPT വായിക്കുവാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അതിനാദ്യമായിട്ട് നമുക്ക് K-സ്മാർട്ട് മെട്രിക്സിൽ വരിക സൈറ്റ് പ്ലാന്റെ ഷീറ്റ്. അപ്പൊ നമ്മൾ MA എന്ന് പറയുന്ന മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഷീറ്റിലേക്ക് പോയിട്ട് സൈറ്റ് പ്ലാൻ ഇവിടെ ആണുള്ളത്. സൈറ്റ് പ്ലാൻ അകത്ത് ജസ്റ്റ് ഇത് ഫുൾ ഡ്രോയിങ് സെലക്ട് ചെയ്ത് ആ പറഞ്ഞിരിക്കുന്ന റെക്ടാംഗിളോടെ ചേർത്ത് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഓക്കെ, റെക്ടാംഗിളോട് ചേർത്ത് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ ലെയറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അടുത്തത് വരയ്ക്കാനുള്ള ഏതാണ് സൈറ്റ് പ്ലാൻ, കാരണം സർവീസ് പ്ലാൻ ആണ് പറയുന്നത്. സർവീസ് പ്ലാനകത്തും മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് സർവീസ് പ്ലാൻ സെലക്ട് ചെയ്യുക. നമ്മളുടെ ഡ്രോയിങ്ങിലേക്ക് വരിക. നമ്മുടെ സർവീസ് പ്ലാൻ ടോട്ടൽ ആ ഒരു ഫുൾ സർവീസ് പ്ലാൻ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കൂടെ ചേർത്ത് സെലക്ട് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സർവീസ് പ്ലാൻ ആ ലെയർ എല്ലാം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. സൈറ്റ് പ്ലാൻ കഴിഞ്ഞു, സർവീസ് പ്ലാൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് ഉണ്ട്. സെപ്റ്റിന് ഓരോന്നിന്റെയും ലെയർ പ്രോപ്പർട്ടീസ് എടുക്കുക, മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. ജസ്റ്റ് ഞാനിപ്പോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് RWH ടാങ്കിലേക്ക് വന്നു. അതിനെ ടോട്ടൽ സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ സെപ്റ്റിക് ടാങ്ക് ആണ്, അവിടെ ഞാൻ മാച്ച് പ്രോപ്പർട്ടീസ് MA കൊടുത്തു. സെപ്റ്റിക് ടാങ്കിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഞാൻ അവിടെ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ജസ്റ്റ് സെപ്റ്റിക് ടാങ്കിന്റെ ഈ ഒരു ഡീറ്റെയിൽസിലേക്ക് കൊണ്ടുവന്നു, സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്തു. ഓക്കെ, ഇത്ര ചെയ്തപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ കൂടെ സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, RWH ടാങ്ക്, സെപ്റ്റിക് ടാങ്ക് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കിന്റെ ഡീറ്റെയിൽ, ഓപ്പൺ വെല്ല്, സോളാർ, ബയോഗ്യാസ്. അതായത് നമ്മളൊരു 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിയ വീടുകളാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സോളാർ, ബയോഗ്യാസ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ലെയറുകൾ ഞാനിപ്പം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കോപ്പി ചെയ്ത് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കോപ്പി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് RWH ടാങ്ക് കൊടുത്തു. സെപ്റ്റിക് ടാങ്കിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റിക് ടാങ്കിന്റെ ചെയ്യാൻ വിട്ടുപോയതാണ്. സെപ്റ്റിക് ടാങ്കിന്റെ നമ്മൾ ജസ്റ്റ് മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. ജസ്റ്റ് ഇവിടെ നിന്ന് പ്രോപ്പർട്ടി കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഇതാണ് നമ്മളെ സെപ്റ്റിക് ടാങ്ക്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെപ്റ്റിക് ടാങ്കിന്റെ ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മളുടെ സൈറ്റ് പ്ലാൻ വന്നിട്ടുണ്ട്, സർവീസ് പ്ലാനും വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അതിന്റെ ഫ്ലോർ പ്ലാനുകളും അതുപോലെ തന്നെ എലിവേഷനും സെക്ഷനുമാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഫ്ലോർ പ്ലാനും എലിവേഷനും സെക്ഷനും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ലെയർ മെട്രിക്സിലേക്ക് വരിക. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോഴത്തേക്ക് ഫ്ലോർ 210 എന്ന് കിടക്കും. ശ്രദ്ധിച്ച് നോക്കുക, ഇത് ഫ്ലോർ 2 അല്ല, ഫ്ലോർ -2 ആണ്, ഫ്ലോർ -1 ആണ്, ഫ്ലോർ 012 എന്ന് റൈസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതായത് ഇതിൽ ഫ്ലോർ 0 എന്ന് പറയുന്നത് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഫ്ലോർ -1ഉം ഫ്ലോർ -2 എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലാർ ഫ്ലോറുകളാണ്. -1ഉം -2 എന്ന് പറയുന്നത് സെല്ലാർ ഫ്ലോറുകളാണ്. ഫ്ലോർ 0 ആണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്രോപ്പർട്ടി ഞാനിവിടെ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്തു. ഞാൻ എന്റെ ഫയലിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെ എന്റെ ഗ്രൗണ്ട് ഫ്ലോർ നോക്കി ഞാനത് സെലക്ട് ചെയ്തു. എന്റെ ഗ്രൗണ്ട് ഫ്ലോർ നോക്കി ഞാനത് സെലക്ട് ചെയ്തു. ആൻഡ് ജസ്റ്റ് ഇനി അടുത്ത എന്റെ ഇവിടേക്ക് വന്നു. വീണ്ടും ഞാൻ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചു. ഇവിടെ ഞാൻ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്ന് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീട് മാത്രമല്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബിൽഡിങ്ങുകൾ ഉണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേതിനെ ബ്ലോക്ക് 1 എന്നും രണ്ടാമത്തേതിനെ ബ്ലോക്ക് 2 എന്നും നമുക്ക് കൊടുക്കാം. അതാണ് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. എല്ലാത്തിനും അത് എലിവേഷൻ സെക്ഷനും എല്ലാം അങ്ങനെയുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എലിവേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് വരിക. എലിവേഷൻ എടുത്തിട്ട് നമ്മൾ ടോട്ടൽ എലിവേഷൻ സെലക്ട് ചെയ്യുക. അത് വീണ്ടും അതുപോലെ തന്നെ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സെക്ഷന്റെ കേസിലും ഞാൻ
മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ആ പ്രോപ്പർട്ടി കോപ്പി ചെയ്തു. അതിനുശേഷം സെക്ഷനകത്തും ഞാൻ ആ പ്രോപ്പർട്ടി ഇവിടെ കൊണ്ട് കൊടുത്തു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഫ്ലോറിനകത്ത് ജസ്റ്റ് ഞാൻ ആ ലെയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിന്റെ ജസ്റ്റ് ഇവിടെ ഫ്ലോർ 1 കിടക്കൊണ്ട് മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ഫ്ലോർ 1ന്റെ ഡീറ്റെയിൽ സെലക്ട് ചെയ്തു. ഇവിടെ ഫ്ലോർ 1നകത്തും ഞാൻ ആ പ്രോപ്പർട്ടി ഇവിടെ മാച്ച് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഒരു സാധനം ഇവിടെ താഴെ കിടക്കൊണ്ട് നമ്മൾ മിസ് ആവരുത്. എക്സ്കവേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയും. എക്സ്കവേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഷോറിംഗ് പ്ലാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. എക്സ്കവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഷോറിംഗ് പ്ലാൻ, അങ്ങനെയുള്ള ഷോറിംഗ് പ്ലാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് മിസ് ആവരുത്. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഈ PPT സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തായിട്ട് വരുന്നത് നമുക്ക് സൈറ്റ് പ്ലാൻ ഉള്ളിലെ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. സൈറ്റ് പ്ലാൻ ഉള്ളിലെ ഓരോ കാര്യങ്ങളും. ഓക്കെ, നമ്മൾ സൈറ്റ് പ്ലാൻ, ഞാൻ നേരത്തെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഡയമെൻഷൻസ് എല്ലാം ചെയ്ത് സൈറ്റ് പ്ലാനിലല്ല സർവീസ് പ്ലാനിലായിരുന്നു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് എന്റെ സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന അഡീഷണൽ ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാനത് മൂവ് ചെയ്ത് എന്റെ സൈറ്റ് പ്ലാനിലോട്ടിങ് വെക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു എററും അവിടെ വരുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് സൈറ്റ് പ്ലാനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈറ്റ് പ്ലാനിൽ പ്രധാനമായിട്ടും പ്ലോട്ട് ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ, പ്ലോട്ട് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലോട്ട് ബൗണ്ടറി വരയ്ക്കേണ്ടത് ഒരു ക്ലോസ്ഡ് പോളിഗൺ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് അത് മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് മാച്ച് ചെയ്യുക. ക്ലോസ്ഡ് പോളിഗൺ ആയിട്ട് വരയ്ക്കുക, എന്നിട്ടൊരു മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് അത് മാച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ സൈറ്റ് പ്ലാനിലേക്ക് വരുന്നു. ഞാൻ ഇവിടെ ഒരു പോളി ലൈൻ എടുക്കുന്നു. പോളി ലൈൻ എടുത്ത ശേഷം ജസ്റ്റ് ഇവിടെ ഞാൻ പുറത്തിട്ടിരിക്കുന്ന ഈ ലൈൻ സൺഷെയ്ഡും ഈ പറഞ്ഞിരിക്കുന്നത് എന്റെ ബിൽഡിംഗുമാണ്. സോ അപ്പൊ ഞാനിവിടെ ക്ലോസ്ഡ് പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബിൽഡിംഗ് സെലക്ട് ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ C എൻ്റർ ഉപയോഗിച്ചിട്ടായിരിക്കണം ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ പോളിഗൺ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ കണക്ക് ചെയ്യാം. ഇതിപ്പോ നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ക്ലോസ്ഡ് പോളിഗൺ ആണ്. പക്ഷേ കേസ്മാർട്ടിൽ നിങ്ങൾ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എററാണ്. കാരണം ക്ലോസ്ഡ് പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർത്ത് സാധനം ഒന്നെങ്കിൽ ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ഫോർത്ത് സൈഡ് ഒന്നെങ്കിൽ C എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ക്ലോസ്ഡ് പോളിഗൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അവിടെ എറർ കാണിക്കും. ഇപ്പൊ ഞാൻ വരച്ചത് ക്ലോസ്ഡ് പോളിഗൺ ആണ്. ഇനി ഞാൻ ഇവിടെ നമ്മളുടെ കേസ്മാർട്ട് മെട്രിക്സിലേക്ക് വന്നു. മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് പ്ലോട്ട് ബൗണ്ടറീസ് സെലക്ട് ചെയ്യുന്നു. ഇവിടേക്ക് വരുന്നു, ജസ്റ്റ് അത് മാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള ബിൽഡിംഗ് ഫുട് പ്രിന്റ് എന്ന് പറയും. ബിൽഡിംഗ് ഫുട് പ്രിന്റ് ഓക്കെ, ഞാൻ ഇവിടെ ചെയ്തതിനകത്ത് ചെറിയ എറർ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തത് ബിൽഡിംഗ് ഫുട് പ്രിന്റ് ആണ് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ പോളിഗൺ എടുത്തിട്ട് സൈറ്റ് ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, അതിൽ ആദ്യം പ്ലോട്ട് ബൗണ്ടറി ആണ് മാർക്ക് ചെയ്യുന്നത്. പ്ലോട്ട് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പ്ലോട്ടിലെ ബൗണ്ടറി അത് ജസ്റ്റ് സൈറ്റ് ആയിരുന്നു മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ബിൽഡിംഗ് ആണ് ആദ്യം മാർക്ക് ചെയ്തത്. ഓക്കെ, നമുക്കപ്പം സൈറ്റ് മാർക്ക് ചെയ്യാം. സൈറ്റ് ജസ്റ്റ് പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് സൈറ്റ് സെലക്ട് ചെയ്ത ശേഷം ലാസ്റ്റ് C എൻ്റർ ഉപയോഗിച്ച് തന്നെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് മാച്ച് പ്രോപ്പർട്ടീസ് മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് പ്ലോട്ട് ബൗണ്ടറി സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് ജസ്റ്റ് ഔട്ട്സൈഡ് ലൈൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്റെ റെക്ടാംഗിൾ ആയതുകൊണ്ട് എനിക്ക് റെക്ടാംഗിൾ എടുത്ത് വരയ്ക്കുന്നതുകൊണ്ടും യാതൊരു കുഴപ്പമില്ല. റെക്ടാംഗിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് റെക്ടാംഗിൾ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിലൈൻ യൂസ് ചെയ്താലും മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ബിൽഡിംഗ് ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് എന്റെ ബിൽഡിംഗ് ആണ്. ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. രണ്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണവും അവിടെ മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെലക്ട് ചെയ്യുക, വന്ന ശേഷം ബിൽഡിംഗ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇനി അടുത്തായിട്ട് എനിക്ക് മാർക്ക് ചെയ്യാനുള്ളത് പ്ലോട്ട് ബൗണ്ടറി കഴിഞ്ഞു, ബിൽഡിംഗ് ഫുട് പ്രിന്റ് കഴിഞ്ഞു, കവറേജ് ഏരിയ. കവറേജ് ഏരിയ ഞാൻ ഓൾറെഡി അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്റെ ഡ്രോയിങ്ങിനകത്ത് കവറേജ് ഏരിയ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിനുശേഷം എന്റെ ബ്ലോക്ക് 1 സെലക്ട് ചെയ്തു. ഡ്രോയിങ്ങിലേക്ക് വന്ന ശേഷം ഞാൻ ഇവിടെ കവറേജ് ഏരിയ വെച്ചിരിക്കുന്നത് എന്റെ നെയിം അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നെയിം അടക്കം നമുക്കിവിടെ സെലക്ട് ചെയ്യാം. പ്ലോട്ട് ബൗണ്ടറി കഴിഞ്ഞു, ബിൽഡിംഗ് ഫുട് പ്രിന്റ് കഴിഞ്ഞു, കവറേജ് ഏരിയ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് സെറ്റ് ബാക്കുകളാണ്. സെറ്റ് ബാക്ക് മാർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു ക്ലോസ്ഡ് പോളിഗൺ വരച്ച ശേഷം അതിനെ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് മാച്ച് ചെയ്യുക. ക്ലോസ്ഡ് പോളിഗൺ വരച്ച ശേഷം മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സെറ്റ് ബാക്ക് മാർക്ക് ചെയ്യുക. സെറ്റ് ബാക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിലൈൻ എടുക്കുക, സൈഡ് പ്ലാനിൽ വന്ന ശേഷം
ലൈൻ മാത്രമല്ല, ക്ലോസ്ഡ് പോളിഗൺ എന്ന് പറയുമ്പോൾ ഇതാണ് എന്റെ ബിൽഡിങ്. ആ ബിൽഡിങ്ങിന്റെ സൈഡ് ജസ്റ്റ് ഒരു ഓർത്തോ നമുക്ക് ആവശ്യത്തിന് ഓൺ ചെയ്ത് വെക്കാം. ഓർത്തോ ഓൺ ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം പ്ലോട്ട് വരുന്ന അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഓർത്തോ ഓഫ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ സൈഡിലൂടെ വെച്ച് സി എൻഡർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക. നമ്മളെ ഫ്രണ്ടിലത്തെ പോർഷൻ, അതായത് നമ്മളെ ബിൽഡിംഗ് വരുന്നതിന് കറക്റ്റ് സെന്ററിൽ ഞാൻ ഈ പറഞ്ഞ പോർഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് യാർഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ ബിൽഡിങ്ങിന്റെ എക്സാക്ട് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഫ്രണ്ട് യാർഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അത്രയും പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. മാച്ച് പ്രോപ്പർട്ടീസ് എടുത്ത ശേഷം ഫ്രണ്ട് യാർഡ് എന്ന് കടന്നിരിക്കുന്ന ലെയർ, ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പം വരച്ചത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എവിടെയാണ് റിയർ യാർഡും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. റിയർ യാർഡ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ സൈഡ് 1 ഉണ്ട്, സൈഡ് 1 and 2 നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് നമുക്ക് പോയിന്റുകൾ നോക്കി തന്നെ ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യണം. പോയിന്റുകൾ നോക്കി തന്നെ ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പം ലാസ്റ്റ് വരച്ചതിനകത്ത് സി എൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടെ ഞാൻ വരയ്ക്കുന്നത്. ക്ലോസ് സി എൻഡർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എറർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സി എൻഡർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ലാസ്റ്റ് മാച്ച് ചെയ്യാനുള്ളതാണ്. മാച്ച് ചെയ്യുമ്പോഴത്തെ ഫ്രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റയർ എടുക്കുക. റയർ എടുത്ത ശേഷം നമ്മൾ വരുമ്പോഴത്തേക്ക് റയർ ഞാൻ ഇവിടെ മാച്ച് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ സൈഡ് 1 ഉണ്ട്, സൈഡ് 1 ഉണ്ട്, സൈഡ് 1 സൈഡ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം സൈഡിന്റെ ലെയർ ആണെന്ന് വെച്ചിട്ട് അത് ആദ്യം എടുത്ത് തന്നെ കൊണ്ടുവന്ന് വീണ്ടും ചെയ്യരുത്. സൈഡ് 1 കഴിഞ്ഞു. സൈഡ് 2ന്റെ പ്രോപ്പർട്ടി കോപ്പി ചെയ്യുക. അത് കണക്ക് കൊണ്ടുവന്ന ശേഷം രണ്ട് സൈഡിലും കൊടുക്കുമ്പോഴത്തേക്ക് സെറ്റ് ബാക്കിൻ്റെത് ഓൾമോസ്റ്റ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സെറ്റ് ബാക്ക് അവിടെ കഴിഞ്ഞു. സെറ്റ് ബാക്കിന്റെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റോഡാണ്. റോഡിന്റെ കൊടുക്കുമ്പോഴത്തേക്കും ക്ലോസ്ഡ് പോളിഗൺ വരച്ചിട്ട് എന്ത് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കുക. അപ്പൊ എല്ലാം ക്ലോസ്ഡ് പോളിഗൺ അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എല്ലാം ഞാനിപ്പം വരച്ചതെല്ലാം ക്ലോസ്ഡ് പോളിഗൺ ആണ്. അവസാനം വരെ നമ്മൾ ക്ലോസ്ഡ് പോളിഗൺ വരച്ചുകൊണ്ടിരിക്കുകയല്ല. ഇടയ്ക്ക് വെച്ച് ലൈൻ വരയ്ക്കേണ്ടതുണ്ട്, ഡയമെൻഷൻ വരയ്ക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പൊ നമ്മളിനി റോഡ് വരയ്ക്കുമ്പോഴും ഇതുപോലെ ഞാനിപ്പോ വരച്ച കണക്ക് കറക്റ്റ് നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ നോക്കുക, റോഡ് വരയ്ക്കുക. അതിനുശേഷം ലാസ്റ്റ് സി എൻഡർ അടിച്ച് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റോഡ് ഏത് ടൈപ്പ് റോഡാണെന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ നോട്ടിഫൈഡ് റോഡാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കുക. കൾട്ടിസാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. അൺനോട്ടിഫൈഡ് റോഡാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യെല്ലോ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ഓരോ ടൈപ്പ് റോഡിനും ഇപ്പൊ എന്റെ സൈറ്റ് ഞാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 6 മീറ്റർ വീതിയുള്ള നോട്ടിഫൈഡ് റോഡാണ്. എന്റെ കടവൂർ ഭാഗത്തുള്ള 6 മീറ്റർ വീതിയുള്ള ഒരു നോട്ടിഫൈഡ് റോഡിലാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത്. സോ അപ്പൊ ഞാനിവിടെ കൊണ്ടുവന്ന് ശരിയാക്കിയതാണ്. ഞാൻ ഈ നോട്ടിഫൈഡ് റോഡിന്റെ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഞാൻ എന്റെ സൈറ്റിലേക്ക് വന്നു. ജസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പൊ എന്റെ റോഡ് അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ബിൽഡിംഗ് ആൻഡ് സ്ട്രീറ്റ്. ഡിസ്റ്റൻസ് ഫ്രം ബിൽഡിംഗ് ആൻഡ് സ്ട്രീറ്റ് മിനിമം ഡിസ്റ്റൻസ് ആണ് അവിടെ കാണിക്കേണ്ടത്. മിനിമം ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തോ ഓഫ് ചെയ്യുക, അലൈൻഡ് ഡയമെൻഷൻ ആണ് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, എന്റെ ഡ്രോയിങ്ങിലേക്ക് വരുന്നു. ഡ്രോയിങ്ങിലേക്ക് വന്ന ശേഷം ഞാൻ അലൈൻഡ് മെഷർമെന്റ് എടുക്കുന്നു. ഈ ഒരു കോർണർ സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് എന്താണ് ഏറ്റവും കുറഞ്ഞ മെഷർമെന്റ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 9.08, 9.09. അപ്പൊ എനിക്കിവിടെ ഏറ്റവും കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് 9.08 അപ്പൊ ഞാൻ അവിടെ 9.19. അപ്പോൾ അവിടെയാണ് എനിക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോ ആ ഒരു 18 ഏറ്റവും കുറവ് വരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു മെഷർമെന്റ് ഇവിടെ അലൈൻഡ് ഡയമെൻഷനിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ വരിക, മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഡിസ്റ്റൻസ് ഇത് കുറെ അധികം തിയറി ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലൈൻ ഡയമെൻഷൻ എടുത്തിട്ട് മാച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത് തന്നിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് നോട്ടിഫൈഡ് റോഡാണ്, ക്ലിക്ക് ചെയ്യുക. കൾട്ടിസാക്ക് ആണെന്നുണ്ടെങ്കിലും അൺനോട്ടിഫൈഡ് റോഡ് ആണെന്നുണ്ടെങ്കിൽ ലൈൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടീസ് എടുക്കുക. എന്റേത് ഇപ്പൊ നോട്ടിഫൈഡ് റോഡ് വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഡയമെൻഷൻ മാച്ച് ചെയ്യുക, എസ്കേപ്പ് അടിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്.
ബിൽഡിങ്ങിന്റെ മാക്സിമം ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് കേൾക്കുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ല അവിടെ മാർക്ക് ചെയ്യുന്നത്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മളുടെ റൂൾ അനുസരിച്ചിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചോളും. ജസ്റ്റ് നമ്മൾ കാണിക്കേണ്ട അലൈൻഡ് ഡയമെൻഷൻ വെച്ചിട്ട് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. അലൈൻഡ് ഡയമെൻഷൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ ബിൽഡിങ്ങിനകത്ത് ക്ലിക്ക് ചെയ്ത് അതേ പോയിന്റിൽ നിന്ന് നമ്മളെ പ്ലോട്ടിലെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് മാച്ച് പ്രോപ്പർട്ടീസ് എടുത്ത് മാക്സിമം ഹൈറ്റ് ഇവിടെ എടുക്കുക. അതിൽ ഏത് ടൈപ്പ് റോഡാണ് എന്റെ നോട്ടിഫൈഡ് റോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടേക്ക് വന്ന് 12.8797 എന്ന് പറയുന്ന വാല്യൂ ക്ലിക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ, മാക്സിമം ഹൈറ്റ് വരെയുള്ള കാര്യങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ഹൈറ്റ് വരെയുള്ള കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ RWH ടാങ്ക് വരയ്ക്കാനുള്ളതാണ്. RWH ടാങ്ക് വരയ്ക്കുക. ഓക്കെ, ഇത് ഈ ഒരു ഡ്രോയിങ്ങിൽ താഴോട്ട് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RWH ടാങ്ക് വരയ്ക്കുക, റെയിൻ വാട്ടർ കപ്പാസിറ്റി, പെർക്കുലേഷൻ കിറ്റ് കൊടുക്കുക എന്നൊക്കെയാണ്. ഓക്കെ, അത് വരയ്ക്കാനുള്ളത് ക്ലോസ്ഡ് പോളിഗൺ യൂസ് ചെയ്ത ശേഷം നമ്മൾ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മളെ ഡ്രോയിങ്ങിലേക്ക് വരുന്നു. ഇതിനകത്ത് RWH ടാങ്ക് എല്ലാവർക്കും RWH ടാങ്ക് എവിടെയാണ്? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലോസ്ഡ് പോളിഗൺ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റെക്ടാംഗിൾ എടുത്തിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. വരയ്ക്കുക. അതിനുശേഷം നമ്മളിവിടെ RWH ടാങ്ക് കൊടുക്കുന്നു. അതിന്റെ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്, അത് മാച്ച് ചെയ്യുക. RWH ടാങ്ക് എടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ പ്രോപ്പർട്ടി മാച്ച് ചെയ്യുന്നു. അതിനുശേഷം അടുത്തതായിട്ട് RWH ടാങ്കിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ള അതിന്റെ ക്ലോസ്ഡ് പോളിഗൺ ഉപയോഗിച്ചിട്ട് അത് കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടാമതായിട്ട് RWH ടാങ്കിന്റെ കപ്പാസിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്. RWH ടാങ്കിന്റെ കപ്പാസിറ്റി അത് നമ്മൾ RWH ടാങ്കിന്റെ കപ്പാസിറ്റി ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, Ctrl+C കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മളുടെ സൈറ്റ് പ്ലാനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ RWH ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 3330 ലിറ്റേഴ്സ്. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് RWH ടാങ്കിന്റെ കപ്പാസിറ്റി അവിടെ മാർക്ക് ചെയ്യുക. RWH ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് പെർക്കുലേഷൻ പിറ്റ് ആണ്. പെർക്കുലേഷൻ പിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, എന്റെ ഡ്രോയിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് എന്റെ പെർക്കുലേഷൻ പിറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഒരു റെക്ടാംഗിൾ എടുത്തിട്ട് വരയ്ക്കാം, കാരണം അതൊരു ക്ലോസ്ഡ് പോളിഗൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെർക്കുലേഷൻ പിറ്റും റെക്ടാംഗിൾ എടുത്തിട്ട് വരയ്ക്കാൻ പറ്റും. ഞാനിവിടെ അടുത്തായിട്ട് മാച്ച് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഈ പ്രോപ്പർട്ടി കോപ്പി ചെയ്യുന്നു. സെയിം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളെ സൈറ്റിൽ കൊണ്ടുവന്ന് പെർക്കുലേഷൻ പിറ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് RWH ടാങ്ക് പെർക്കുലേഷൻ പിറ്റ്. അതിന് അടുത്തായിട്ട് ഓപ്പൺ വെല്ല്, നമ്മൾ ഓപ്പൺ വെല്ല് വരച്ചിട്ടുണ്ട്. ആ വെല്ല് നമ്മൾ സൈറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. വെല്ല് നമ്മൾ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറഞ്ഞിട്ട് ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി, നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. താഴോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് ഓപ്പൺ വെല്ല് എന്ത് ചെയ്യുക, ജസ്റ്റ് മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഓപ്പൺ വെല്ല് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. അപ്പൊ എന്റെ സൈറ്റിൽ ഞാൻ ഒന്നുകൂടെ വരികയാണ്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന വെല്ല് പ്രപ്പോസ്ഡ് ആണ്. അപ്പം ജസ്റ്റ് വായിച്ചിട്ട് മാത്രം ചെയ്യുക. എക്സിസ്റ്റിംഗ് അല്ല എന്റേത്. ഞാൻ എസ്കേപ്പ് അടിച്ചു, ഒന്നുകൂടെ മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. എന്റെ പ്രപ്പോസ്ഡ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് ജസ്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് വേസ്റ്റ് ഡിസ്പോസൽ ടാങ്ക്, അതുപോലെ സെപ്റ്റി ടാങ്ക്, ബയോഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും സെപ്റ്റി ടാങ്കും മാർക്ക് ചെയ്യുക. ബയോഗ്യാസ് 3000 സ്ക്വയർ ഫീറ്റിൽ മുകളിലുള്ള വീടുകൾക്ക് മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിന് ആവശ്യമുള്ളൂ, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്തിരുന്നാൽ മതി. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു സെപ്റ്റി ടാങ്കും ഉണ്ട്, വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഞാൻ റെക്ടാംഗിൾ ഉപയോഗിക്കുന്നു. ആണ് ഉപയോഗിക്കുന്നത്. അവിടെ റെക്ടാംഗിൾ അല്ലെങ്കിൽ പോളിലൈൻ ഉപയോഗിച്ചാലും മതി. ഓക്കെ, ഞാൻ അതിനുശേഷം എന്റെ ലെയർ മെട്രിക്സിലേക്ക് വന്നു. മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി, അതായത് വേസ്റ്റ് ഡിസ്പോസൽ ടാങ്ക് പ്രപ്പോസ്ഡ് ആണ്, സെലക്ട് ചെയ്യുന്നു. ഇവിടേക്ക് വന്നു, വേസ്റ്റ് ഡിസ്പോസൽ ടാങ്ക് മാച്ച് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ എന്റെ ഡ്രോയിങ്ങിലേക്ക് പോകുന്നു. സെപ്റ്റി ടാങ്ക് ഞാൻ പ്രപ്പോസ്ഡ് ആണ്, മാച്ച് ചെയ്യുന്നു. തിരിച്ച് എന്റെ സൈറ്റിൽ കൊണ്ടുവന്ന ആ പ്രോപ്പർട്ടി ഇവിടെ മാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് അടുത്തായിട്ട് വരുന്ന ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് എനിക്ക് ഇവിടെ എന്റെ ഈ സൈറ്റിൽ ബയോഗ്യാസിന്റെ ആവശ്യകതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല. 3000 മുകളിലാണെങ്കിൽ നമുക്ക് ബയോഗ്യാസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ ഒരു പോർഷനിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ചില ഡീറ്റെയിലുകൾ ഇവിടെ ഒക്കെ വായിക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിൽ ഒരെണ്ണമാണിത്. ഇത് കുറച്ച് വായിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. അപ്പൊ ഇത് എടുത്ത് നോക്കും, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, വേറെ കാര്യമൊന്നുമില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെൽ ആൻഡ് റോഡ്, റോഡും
വെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ മാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അതേ ഡീറ്റെയിൽ തന്നെയാണ് ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് റോഡാണെന്ന് നോക്കുക. നോട്ടിഫൈഡ് റോഡാണോ അൺനോട്ടിഫൈഡ് റോഡാണോ കൾഡിസാക്ക് ആണോ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്റെ നോട്ടിഫൈഡ് റോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഡിസ്റ്റൻസ്, അതായത് റോഡും വെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ മാച്ച് ചെയ്ത ശേഷം, ഞാൻ നേരത്തെ സൈഡ് പ്ലാനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു റോഡും വെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാനിവിടെ ഓൾറെഡി ഏതാണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിവിടെ ഒന്നും കൂടി അത് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഇത് പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് ചില എറേഴ്സ് സംഭവിക്കുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ കുറച്ചു മുമ്പ് ഞാനിവിടെ നമ്മളുടെ ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് സ്ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോഡും നമ്മളുടെ ഇതും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെയും സെയിം കളർ തന്നെയായിരുന്നു. ആ മാച്ച് ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ഇവിടെ മാച്ച് പ്രോപ്പർട്ടി എടുത്ത് ഇത് ഞാൻ മാച്ച് ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞ 9.18 ആയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പ്രപ്പോസൽ വെല്ലങ്ങ് ചെയ്തു പോയി. അത് ഇപ്പൊ കണ്ടപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യുകയാണ്. ഞാൻ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ പോയിന്റ് വായിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ തരുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ ഒരു ലേയേഴ്സ് അങ്ങോട്ട് ഇടണം. കാരണം അടുത്തടുത്ത് വന്ന ഡയമെൻഷൻ ആയതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. ഇത്തരത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എറർ ആയിട്ട് പോകുന്നതാണ്. ഇപ്പം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് വരിക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വെല്ലും റോഡും തമ്മിലുള്ള ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു. സെക്കൻഡ്, വെല്ലും വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും തമ്മിലുള്ള ലൈൻ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കാം. വെല്ലും വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും തമ്മിലുള്ളത്, വെല്ലും നമ്മളുടെ വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും തമ്മിലുള്ളത് മാച്ച് പ്രോപ്പർട്ടീസ് എടുത്തു. നമ്മളെ കിണർ ഇവിടാണ്. കിണർ നമ്മളെ വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ഞാൻ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കിണറും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. കിണറും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളത്. ഓക്കെ, കിണറും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിൽ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇതാണ്. അത് സെലക്ട് ചെയ്ത് നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മൾ കോപ്പി ചെയ്യുന്നു. നമ്മളെ ഡ്രോയിങ്ങിലേക്ക് വരുന്നു. നമ്മളെ കിണറും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കിണറും അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളതുണ്ട്. ഓക്കെ, വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും അതുപോലെ ഡിസ്റ്റൻസ് ഫ്രോം വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളതുണ്ട്. അത് ഞാനിവിടെ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്യുന്നു. എന്റെ സൈറ്റിലേക്ക് വരുന്നു. വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളത് ഞാനിവിടെ മാച്ച് ചെയ്യുന്നു. അടുത്തായിട്ട് വരുന്നത് സെപ്റ്റിക് ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ള ലെയർ. സെപ്റ്റിക് ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും. ഓക്കെ, സെപ്റ്റിക് ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. എന്റെ ഡ്രോയിങ്ങിലേക്ക് വന്ന് ഇവിടെ സെപ്റ്റിക് ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് ഓക്കെ, ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻസ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഇവിടെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻസ് ഒന്നും തന്നെ എന്റെ ഡ്രോയിങ്ങിൽ വരുന്നില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ നമ്മൾ എന്റെ സൈറ്റ് പ്ലാൻ അകത്താണ് എന്റെ സൈറ്റ് പ്ലാൻ. ഈ സൈറ്റ് പ്ലാൻ അകത്ത് ഞാനൊരു പൂളിയാൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിന്റെ ക്ലിയറൻസ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ ഞാനിവിടെ ഈ ലൈനിന്റെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻസിന്റെ അതിന്റെ ക്ലിയറൻസ് എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ ലെയർ ഉപയോഗിച്ച് ആ ലൈൻ മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ വോൾട്ടേജ് എത്രയാണ്, നമ്മളിവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിന്റെ കപ്പാസിറ്റി കോപ്പി ചെയ്ത് കൊണ്ടുവച്ച് ചെയ്തില്ലേ, അതുപോലെ നമ്മളിത് കോപ്പി ചെയ്ത് കൊണ്ടുവച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ നമുക്ക് ഇവിടെ റിക്വയർഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ നോട്ട് റിക്വയർഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സൺഷെയ്ഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സൺഷെയ്ഡ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സൺഷെയ്ഡ് നമുക്ക് ക്ലോസ്ഡ് പോളിഗൺ കൊടുത്ത ശേഷം ക്ലോസ്ഡ് പോളിഗൺ വരച്ച ശേഷം പോളിഗൺ ഉപയോഗിച്ച് ക്ലോസ്ഡ് പോളിഗൺ വരച്ചിട്ട് മാച്ച് പ്രോപ്പർട്ടീസ് ചെയ്യുക. നമുക്ക് സൺഷെയ്ഡ് മാർക്ക് ചെയ്യേണ്ടത് ബിൽഡിംഗ് പ്ലാനകത്താണ്. നമ്മൾ ബിൽഡിംഗ് പ്ലാനിലേക്ക് വരിക. ഓക്കെ, സോറി, ബിൽഡിംഗ് പ്ലാനകത്തല്ല, സൈറ്റ് പ്ലാനിൽ തന്നെയാണ് നമുക്ക് സൺഷെയ്ഡ് മാർക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സൈറ്റ് പ്ലാനിൽ തന്നെയാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി സൈറ്റ് പ്ലാനകത്ത് നമ്മളെ സൺഷെയ്ഡ് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ലൈൻ ടൂൾ ഉപയോഗിച്ച് വരച്ചു വന്നതാണ്. പക്ഷെ നമ്മൾ അത് വെച്ചല്ല വരയ്ക്കേണ്ടത്, പൂളിയൻ ഉപയോഗിക്കുക. ഇത് വരയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ സൺഷെയ്ഡിന്റെ ഒരു ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് സൺഷെയ്ഡിന്റെ എല്ലാ പോയിന്റും ക്ലിയർ ചെയ്തു. എന്നിട്ട് അത് സൺഷെയ്ഡ് ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. ക്ലോസ് ചെയ്യാതെ ബിൽഡിങ്ങിന് നേരെയുള്ള, ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം, ബിൽഡിങ്ങിന് നേരെ വരുന്ന
ആ പോയിന്റിൽ കൊണ്ടുവന്ന് ഇവിടെ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ സൺഷെയ്ഡ് എന്റെ ബിൽഡിങ്ങിന് ചുറ്റും ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ സൺഷെയ്ഡ് ബിൽഡിങ്ങിന് ചുറ്റും വരുന്നുണ്ട്. ബിൽഡിങ്ങിന് ചുറ്റും വരുന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ബിൽഡിങ്ങിന് ചുറ്റും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇതേ കണക്ക് എടുത്ത് വരച്ച് കാണിച്ചു തന്നത്. ആദ്യം നമ്മൾ സൺഷെയ്ഡിന് ചുറ്റും വരയ്ക്കുക, എന്നിട്ട് ബിൽഡിങ്ങിന് ചുറ്റും വരച്ചിട്ട് ഞാനിപ്പോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു, ഇവിടെ നിന്നു, ഈ പോയിന്റ് വന്നിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ സി എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ക്ലോസ്ഡ് പോളിഗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ കണക്കാണ് സൺഷെയ്ഡ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സൺഷെയ്ഡിന്റെ ലെയർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സൺഷെയ്ഡിന്റെ ലെയർ നമ്മൾ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് സൺഷെയ്ഡിന്റെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് വരിക, സൺഷെയ്ഡിന്റെ ലെയർ ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ സൺഷെയ്ഡിന്റെ ലെയർ അവിടെ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത് ഓപ്പൺ സ്റ്റെയർ കേസ്. നമ്മൾ ഡ്രോയിങ്ങിനകത്ത് എവിടെയെങ്കിലും പുറത്തൂടെയുള്ള സ്റ്റെയർ കേസുകൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ, പുറത്തൂടെയുള്ള സ്റ്റെയർ കേസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ സ്റ്റെയർ കേസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. എന്റെ ഡ്രോയിങ്ങിനകത്ത് ഞാൻ എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഓപ്പൺ സ്റ്റെയർ കേസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കാണിക്കേണ്ട ആവശ്യകതയില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ് എന്നിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു റൂള് നമ്മൾ പറയുന്നുണ്ട്, ഒരു പ്ലോട്ടിൽ ഒന്നിലധികം ബിൽഡിങ്ങുകൾ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബിൽഡിങ്ങുകളും തമ്മിൽ ഒരു 10 മീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 2 മീറ്ററിൽ താഴെയും 2 മീറ്ററെങ്കിലും, അതുപോലെ തന്നെ 10 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള 2 ബിൽഡിങ്ങുകൾ ഒരേ പ്ലോട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം 3 മീറ്റർ എങ്കിലും 2 ബിൽഡിങ്ങുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരേ പ്ലോട്ടിൽ നിൽക്കുന്ന 2 ബിൽഡിങ്ങുകൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് 2 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. എന്റെ പ്രോപ്പർട്ടിയിൽ 2 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ ഞാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്റെ ബിൽഡിംഗ്. ഇതിനകത്ത് ഞാൻ ഈ ഒറ്റ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് കൂടി ഇവിടെ കാണിക്കേണ്ടതായിട്ട് വന്നേനെ. ഓക്കെ, അതാണ് നമ്മുടെ ആക്സസറി ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ അടുത്തതായിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സൺഷെയ്ഡിന്റെയും ഈ പറഞ്ഞ ബ്ലോക്കിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മീൻ ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്നത് സോളാറിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വരുന്നത് സോളാറിനെ കുറിച്ചാണ്. സോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ വീടുകളിൽ 400 എം സ്ക്വയറിൽ കൂടുതൽ 400 സ്ക്വയർ ഫീറ്റിൽ 400 എം സ്ക്വയറിൽ 400 സ്ക്വയർ ഫീറ്റ് 400 എം സ്ക്വയർ അതായത് 4000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ബിൽഡിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സോളാർ കൊടുക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇവിടെ എന്റെ ബിൽഡിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഏരിയ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സോളാർ അവിടെ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ആക്സസറി ബിൽഡിങ്സുകൾ എന്താണ് ആക്സസറി ബിൽഡിംഗ് എന്ന് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ആക്സസറി യൂസ് ഉണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ കോളേജിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഉപയോഗമുണ്ട്. ആ ഉപയോഗത്തിന് എന്താണ് ഒരു സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ഉപയോഗത്തെ ആക്സസറി യൂസ് എന്ന് പറയും. അതിനു വേണ്ടി വെക്കുന്ന ബിൽഡിങ്ങുകളെ നമ്മൾ ആക്സസറി ബിൽഡിംഗ് എന്ന് പറയും. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആക്സസറി ബിൽഡിംഗ് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആക്സസറി ബിൽഡിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളും കൊടുക്കേണ്ടതില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആക്സസറി ബിൽഡിംഗ്, സോളാറ്, ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ് എന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ബ്ലോക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും എനിക്കിവിടെ ബാധകമല്ല. സാധാരണ ഒരു വീട് പണിയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് നോട്ട് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ബിൽഡപ്പ് ഏരിയ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. നമ്മളെ ബിൽഡപ്പ് ഏരിയ എങ്ങനെ വരച്ചു കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇൻ സൈറ്റ് പ്ലാൻ ആണ്. ഇനി നമ്മൾ ഫ്ലോർ പ്ലാനിലേക്ക് വരികയാണ്. ബിൽഡപ്പ് ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡ്രോയിങ് എടുക്കുന്നു. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ. ഇതിൽ ബിൽഡപ്പ് ഏരിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിലൈൻ എടുക്കുന്നു. പോളിലൈൻ എടുത്ത ശേഷം നമ്മൾ ഈ പറയുന്ന ബിൽഡിങ്ങിന് ചുറ്റും, ഗ്രൗണ്ട് ഫ്ലോറിന് ചുറ്റും, ഇപ്പൊ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യുക, ഡ്രോ എ ക്ലോസ്ഡ് പോളിഗൺ യൂസിങ് പോളിലൈൻ ആൻഡ് മാച്ച് പ്രോപ്പർട്ടീസ്. അതായത് പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും റെഗുലറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പണിയാൻ പോകുന്ന പുതിയൊരു വീടാണ് ഇത് പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്ന് പറയാം. ഓൾറെഡി ഉള്ള ഒരു വീടിന് നമ്മൾ ഉണ്ട് എങ്കിൽ അതിന് എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. ഓൾറെഡി നമ്മൾ പെർമിറ്റ് എടുക്കാതെ പണിഞ്ഞു പിന്നീട് അതിന് നമ്പർ എടുക്കാൻ പോകുമ്പോൾ അതിന് റെഗുലറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയും.
ഇതിൽ ഏതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്കിൽ പോലും ഇവിടെ നമ്മളെ കേസ് സ്മാർട്ട് മെട്രിക്സ് വരുമ്പോൾ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും റെഗുലേറ്ററി കൺസ്ട്രക്ഷൻ ആണെങ്കിലും ചെയ്യേണ്ട രീതി ഒന്നാണ്, ലെയർ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഡ്രോയിങ്ങിലേക്ക് വരിക, പോളി ലൈൻ എടുക്കുക, അതിനുശേഷം നമ്മളെ ബിൽഡിങ്ങിനകത്ത് നമ്മൾ ചെയ്തതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ എല്ലാം റെക്ടാംഗിൾ ഇട്ടാണ് വരച്ചോണ്ടിരുന്നത്. ഇത് നമുക്ക് റെക്ടാംഗിൾ ഇട്ട് വരയ്ക്കൊണ്ട് കുഴപ്പമില്ല, പോളി ലൈൻ ഇട്ട് വന്നാലും കുഴപ്പമില്ല. ഞാൻ സി എൻ്റർ അടിച്ച് അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുക, എന്റെ ലെയർ മെട്രിക്സിലേക്ക് വരും. ഞാൻ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഫ്ലോർ -1 ഉണ്ട്, 0 ഉണ്ട്, 1 2 3 4 എന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്, 0 ആണ്. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്ന് എൻ്റർ കൊടുക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്ന ശേഷം ഞാനിവിടെ എൻ്റർ കൊടുത്തു. ഓക്കെ, അടുത്തതായിട്ട് എനിക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് ഇതേ കാര്യം. ഞാൻ എന്ത് ചെയ്യുക, പോളി ലൈൻ എടുക്കുക. ഓക്കെ, പോളി ലൈൻ എടുത്ത ശേഷം എവിടെയൊക്കെയാണോ നമ്മൾ ബിൽറ്റ് ചെയ്യാൻ പോകുന്നത്, ബിൽറ്റ് ചെയ്യുന്നിടത്ത് മാത്രം കൊടുക്കുന്ന ഏരിയ ആണ് ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത നമ്മൾ ചുറ്റിനും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിൽട്ടപ്പ് ഏരിയ എന്താണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ബിൽറ്റ് ചെയ്യുന്ന ഏരിയ, അതില് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളെ റൂൾ ബുക്കിൽ പറയുന്നുണ്ട്. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഈ ബിൽട്ടപ്പ് ഏരിയയുടെ റെക്ടാംഗിൾ അല്ലെന്നുണ്ടെങ്കിൽ പോളിയൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ്ഡ് പോളിയൻ നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് വരച്ചതിന് ശേഷം എന്റെ ഫ്ലോർ നമ്പർ 1 ആണ്. ഞാൻ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രോപ്പർട്ടി കോപ്പി ചെയ്യുന്നു, ഇവിടേക്ക് വരുന്നു. അതിനുശേഷം ജസ്റ്റ് ഞാൻ ഇവിടെ മാച്ച് പ്രോപ്പർട്ടീസ് കൊടുത്ത് ആ പ്രോപ്പർട്ടി ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. അപ്പം ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞു, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ. ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഒരു ടേം തന്നെയാണ് ഫ്ലോർ ഏരിയ. ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ബിൽട്ടപ്പ് ഏരിയയിൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോഴാണോ ഫ്ലോർ ഏരിയ കിട്ടുന്ന ആ സാധനമാണ് ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഫ്ലോർ ഏരിയ നല്ല കൊടുത്തിരിക്കുന്നത് ഏരിയ ടു ബി കാൽക്കുലേറ്റഡ് ഇൻ ഫ്ലോർ ഏരിയ. ഓക്കെ, ഇവിടെ പ്രപ്പോസ്ഡ് ആയിട്ട് ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ എന്നാണ്. ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ എടുക്കാൻ ബിൽട്ടപ്പ് ഏരിയയിൽ നിന്ന് ഫ്ലോർ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലിന്ത് കുറയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് ഡോംസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം, അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിന്റെ ഒക്കെ 50% ഒരുപാട് കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യാനുണ്ട് ബിൽട്ടപ്പ് ഏരിയയിൽ നിന്ന് ഫ്ലോർ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക്. ഓക്കെ, ഇവിടെ എന്റെ ഈ ഡ്രോയിങ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് പ്ലിന്ത് ഇല്ല, അതുപോലെ തന്നെ ഡോംസോ അതുപോലെ തന്നെ നമ്മളെ ഡിഡക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മംതി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ എനിക്കുള്ളത് എന്താണ് 50%. എനിക്ക് ഇവിടെ ബാൽക്കണി പോലും ഇല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പൊ ഈ സിറ്റ് ഔട്ട് എനിക്ക് ഡിഡക്ട് ചെയ്ത് കാണും. അതിന് സിമ്പിൾ ആയിട്ട് സിറ്റ് ഔട്ട് ഇവിടെ റെക്ടാംഗിൾ ആണ്. ഞാൻ സിറ്റ് ഔട്ട് പോർഷനിൽ ഒരു പോളി ലൈൻ ഉപയോഗിച്ച് റെക്ടാംഗിൾ വരയ്ക്കുന്നു. റെക്ടാംഗിൾ ഉപയോഗിച്ച് ഞാൻ ക്ലോസ്ഡ് പോളി ലൈൻ വരയ്ക്കുന്നു. ഞാൻ ആ പോളി ലൈൻ സെലക്ട് ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. പല ആൾക്കാരും ഈ സാധനത്തിനകത്ത് ഈ ഒരു പോളിഗൺ ഇട്ട ശേഷം ഈ പോളിഗൺ സെലക്ട് ചെയ്തിട്ട് സിറ്റ് ഔട്ടിന്റെ ഫുൾ ഏരിയ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആസ് പെർ റൂള് ഇപ്പോൾ വരെ ഇന്ന് ഈ ദിവസം വരെ ഫ്ലോർ ഏരിയയുടെ കണ്ടുപിടിക്കാൻ സിറ്റ് ഔട്ടിന്റെ 50% ഡിഡക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. ഈ റെക്ടാംഗിളിന്റെ സെന്റർ കൺസിഡർ ചെയ്തുകൊണ്ട് മറ്റൊരു റെക്ടാംഗിൾ വരയ്ക്കുക. എന്നിട്ട് ആദ്യം വരച്ച റെക്ടാംഗിൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ആദ്യം വരച്ച റെക്ടാംഗിൾ ഡിലീറ്റ് കളയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഞാൻ ആ സാധനം ഒന്നും കൂടെ വരയ്ക്കുന്ന കാണിച്ചു തരാം. ഞാൻ നേരത്തെ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് 2-3 റെക്ടാംഗിൾസ് അധികം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ സിറ്റ് ഔട്ടിന് ഏരിയയിൽ ത്രൂ ഔട്ട് ആയിട്ട് റെക്ടാംഗിൾ വരയ്ക്കുക, അത് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇതിന്റെ 50% കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റെക്ടാംഗിൾ എടുക്കുക. ആ ഓൾറെഡി വരച്ച റെക്ടാംഗിളിന്റെ സെന്റർ നോക്കിയിട്ട് മറ്റൊരു റെക്ടാംഗിൾ വരയ്ക്കുക, എസ്കേപ്പ് അടിക്കുക, ആദ്യത്തെ റെക്ടാംഗിൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം വരച്ച റെക്ടാംഗിളിന്റെ 50% ആയിട്ട് റെക്ടാംഗിൾ കിട്ടി. ഇത് കോപ്പി ചെയ്ത് നമ്മുടെ സൈറ്റ് പ്ലാനിലേക്ക്, ഇത് വല്ലയിടത്തും കൊണ്ടുവെക്കരുത്, നമ്മളെ ഡ്രോയിങ്ങിനുള്ളിൽ തന്നെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഈ പറയുന്ന ഫ്ലോർ ഏരിയ ഡിഡക്ഷൻ ആയിട്ടുള്ള ഫ്ലോർ ഏരിയയിലേക്ക് വരിക, മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുക. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡിഡക്ഷൻ ആണ്, ഗ്രൗണ്ട് ഫ്ലോറിലെ മാച്ച് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ പറയുന്ന 50% ഡിഡക്ട് ചെയ്തിട്ടുള്ള ഏരിയയൊക്കെ ആര് കണ്ടുപിടിച്ചോളൂ, നമ്മളെ സിസ്റ്റം കണ്ടുപിടിച്ചോളൂ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ ഏരിയ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മളെ ഏരിയ ഇവിടെ കൊടുക്കുന്നത് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് കിച്ചൺ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. കിച്ചൺ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കിച്ചൺ വേണ്ടിയിട്ട് നമ്മളിവിടെ ലെയർ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഡ്രോ റെക്ടാംഗിൾ അറൌണ്ട് കിച്ചൺ. കിച്ചൺ മാർക്ക് ചെയ്യുന്നത് റെക്ടാംഗിൾ വെച്ച് കിച്ചൺ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാച്ച് ചെയ്യുക എന്ന് പറയും. നമ്മൾ ആ റൂള് പ്രകാരം ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ പണിയുന്നുണ്ടെങ്കിൽ ഒരു അടുക്കള മസ്റ്റാണ്. അടുക്കള ഇല്ലാതെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടത്തില്ല. ഓക്കെ, ഞാനിവിടെ കിച്ചൺ ഒരു റെക്ടാംഗിൾ ഉപയോഗിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കിച്ചൺ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ, സെല്ലാറിലാണെങ്കിൽ സെല്ലാറിൽ, ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഉപയോഗിച്ച് ഞാൻ ഇവിടെ മാച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് മാച്ച് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പൊ കിച്ചൺ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഞാൻ ഓൾറെഡി ഇവിടെ നേരത്തെ ഡയമെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ട് കാണിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്. മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അത് മാച്ച് ചെയ്ത് കൊടുക്കുക. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഞാനിവിടെ ജസ്റ്റ് എന്താണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇവിടെ കിടപ്പുണ്ട്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗിലേക്ക് വരിക. ഞാൻ ജസ്റ്റ് മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഏത് ബ്ലോക്ക് ആണ്, ഇപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലാതെയുള്ള ഇപ്പം പണിയുന്നതാണെന്നുണ്ടെങ്കിൽ ഏത് ബ്ലോക്കാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോയിങ്ങിലേക്ക് വന്ന് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് കിച്ചൺ കഴിഞ്ഞതിന് ശേഷം ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിന് മുമ്പ് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്, സ്റ്റെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹൈറ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസിന് മുമ്പ് നമ്മുടെ സ്റ്റെയർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പോളിലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലോസ്ഡ് പോളിഗൺ വരച്ചിട്ട് മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചത് മാച്ച് ചെയ്യാം. അപ്പം സ്റ്റെയറിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എല്ലാ ഫ്ലോറിലും സ്റ്റെയർ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ഫ്ലോറിലും സ്റ്റെയർ മാർക്ക് ചെയ്യാൻ നിൽക്കേണ്ട, ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന ക്ലോസ്ഡ് പോളിഗൺ, അതായത് പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ സ്റ്റെയർ വരുന്ന ഏരിയയിലെല്ലാം സ്റ്റെയറിന്റെ കുറച്ച് പോർഷൻ നമ്മളെ ഭിത്തിക്കകത്തോട്ട് കയറി നിൽക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഭിത്തിക്കകത്ത് കയറി സ്റ്റെയർ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഭിത്തിയുടെ പുറത്ത് നിൽക്കുന്ന പോർഷൻ മാത്രമേ ഇതുപോലെ ഞാനിപ്പം കാണിച്ചിരിക്കുന്ന കണക്കൊരു ക്ലോസ്ഡ് പോളിഗൺ ആക്കി വരയ്ക്കുക. ഓക്കെ, മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക ജനറൽ സ്റ്റെയർ, അത് ഏത് ഫ്ലോറിലാണ് എന്നുള്ളത്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സെലക്ട് ചെയ്യുക. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം മാർക്ക് ചെയ്തിരുന്നാൽ മതി, എല്ലാ ഫ്ലോറിലും മാർക്ക് ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് മാത്രമാണ് അങ്ങനെ, കൊമേഴ്ഷ്യലിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കണം. കാരണം റെസിഡൻഷ്യലിനകത്ത് ഗ്രൗണ്ടിൽ മാത്രം മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കഴിഞ്ഞു, കിച്ചൺ കഴിഞ്ഞു, സ്റ്റെയർ കഴിഞ്ഞു. അടുത്തായിട്ട് വരുന്നത് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യുക, റൂഫ് ലെവല് മാർക്ക് ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്ന എല്ലാം പോളിലൈൻ ആണ്. ഇനി വരയ്ക്കാൻ പോകുന്ന ഒരേ ഒരു കേസിൽ മാത്രമേ നമ്മൾ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാറുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ലൈൻ എടുക്കുക, ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും കാണിക്കാനാണ് ലൈൻ എടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഗ്രൗണ്ട് ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. സിമ്പിൾ ആയിട്ട് ലൈൻ എടുക്കുക, ഓർത്തോ ഓൺ ചെയ്യാൻ മറക്കരുത്. ലൈൻ എടുക്കുക, ഓർത്തോ ഓൺ ചെയ്ത ശേഷം എന്റെ റൂഫ് ലെവൽ ഞാനിവിടെ ഒരു ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നു. അത് ജസ്റ്റ് ഞാനൊന്ന് മൂവ് ചെയ്ത് ഈ പറയുന്ന ബോക്സിന് പുറത്തൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. അതിനുശേഷം അതേ ലൈൻ തന്നെ ഞാനൊന്ന് കോപ്പി ചെയ്ത് ഞാനെന്താ ഇവിടെ ഗ്രൗണ്ട് ലെവൽ എവിടെയാണോ ആ ഗ്രൗണ്ട് ലെവലിൽ കൊണ്ടുവച്ചു. ഞാനിവിടെ ഗ്രൗണ്ട് ലെവലിലും റൂഫ് ലെവലിലും ഇപ്പൊ എന്റെ ഗ്രൗണ്ട് ലെവലിലും റൂഫ് ലെവലിൽ ഞാൻ ഓരോ ലൈൻ, പോളി ലൈൻ ഉപയോഗിച്ചല്ല ലൈൻ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എന്താണത് ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചത് മാച്ച് ചെയ്യുക. അതായത് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടെ, ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് ആണ് ഗ്രൗണ്ട് ലെവൽ. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗ്രൗണ്ട് ലെവലാണ്. മാച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഗ്രൗണ്ട് ലെവലിന്റെ പ്രോപ്പർട്ടി എടുത്തു. എന്നിട്ട് ഡ്രോയിങ്ങിലേക്ക് വന്നു. ഞാൻ ഫസ്റ്റ് ഗ്രൗണ്ട് ലെവൽ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും കെ സ്മാർട്ട് മെട്രിക്സിലേക്ക് വന്നു. അതിനുശേഷം ഞാനിവിടെ റൂഫ് ലെവൽ സെലക്ട് ചെയ്തു. റൂഫ് ലെവൽ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് വന്നിട്ട് റൂഫ് ലെവൽ മാർക്ക് ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് നമ്മൾ ലൈൻ ടൂൾ ഉപയോഗിച്ചായിരിക്കണം വരയ്ക്കേണ്ടത്.
ഇനി അടുത്തായിട്ട് നമ്മൾ ലാസ്റ്റ് പറയുന്ന ഓവർഹെഡ് ഇലക്ട്രിക് ലൈനിന്റെ വെർട്ടിക്കൽ ക്ലിയറൻസിനെ കുറിച്ചാണ്. ഓവർഹെഡ് ഇലക്ട്രിക് ലൈനിന്റെ വെർട്ടിക്കൽ ക്ലിയറൻസ്. എനിക്കിവിടെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ ഉണ്ടെങ്കിൽ അതും ഒരു ലൈൻ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ വെർട്ടിക്കൽ ക്ലിയറൻസ് എത്രയാണെന്ന് ഡയമെൻഷൻ ഉപയോഗിച്ച് കാണിക്കണം. അപ്പൊ എനിക്ക് അവിടെ അതിന് മുകളിൽ കൂടെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻസ് ഒന്നും തന്നെ പോകുന്നില്ല. അപ്പം എനിക്ക് അതോട് നോട്ട് റിക്വേർഡ് ആണ്. എന്റെ സൈറ്റിൽ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡീറ്റെയിൽ നോട്ട് റിക്വേർഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ലെയർ മെട്രിക്സിൽ ഡ്രോയിങ് വരയ്ക്കുന്നത് ഫിനിഷ് ആയിട്ടുണ്ട്. ലെയർ മെട്രിക്സിൽ എങ്ങനെയാണ് ഡ്രോയിങ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് ലെയർ മെട്രിക്സിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന K-സ്മാർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് ആണ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ, ഇത് നമ്മൾ സേവ് ചെയ്യേണ്ടത്, ഇത് ഞാനിവിടെ സേവാസ് കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഡ്രോയിങ് എടുത്ത് ഞാനിവിടെ സേവ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ K-സ്മാർട്ട് എടുത്ത് ഞാനിവിടെ DWX ഫോർമാറ്റിലായിരിക്കണം ഞാനതിവിടെ സേവ് ചെയ്യേണ്ടത്. DWX ഫോർമാറ്റിലായിരിക്കണം ഞാനതിവിടെ സേവ് ചെയ്യേണ്ടത്. ഞാനിവിടെ അത് സേവ് ചെയ്തിട്ടുണ്ട്. DWX ഫോർമാറ്റിൽ ഞാനതിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. K-സ്മാർട്ടിനകത്ത് DWX ഫോർമാറ്റിൽ ഞാനതിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് സേവ് ചെയ്താൽ മാത്രം പോലെ അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം. ഓക്കെ, ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്, നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ K-സ്മാർട്ട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു, അതിനുശേഷം നോർമൽ ഡ്രോയിങ്സ് എങ്ങനെയാണ് K-സ്മാർട്ട് ഡ്രോയിങ്ങിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കയ്യിൽ K-സ്മാർട്ട് മെട്രിക്സ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. K-സ്മാർട്ട് മെട്രിക്സ് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന K-സ്മാർട്ടിൽ വരച്ചിരിക്കുന്ന K-സ്മാർട്ട് മെട്രിക്സ് വരച്ച് വെച്ചിരിക്കുന്ന ഡ്രോയിങ്ങിനെ ഗൂഗിളിൽ കയറി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്ക്രൂട്ടനൈസിന് കൊടുക്കാൻ പോവുകയാണ്. സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊടുത്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിരുന്നാൽ മതി. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറുക. നമ്മൾ ഓൾറെഡി ഞാൻ ഇവിടെ K-സ്മാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഗൂഗിളിൽ ഞാൻ ഇവിടെ K-സ്മാർട്ട് ഒന്ന് K-സ്മാർട്ട് സെലക്ട് ചെയ്ത് ആദ്യം തന്നെ വരുന്ന ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ താഴെയാണ് പോയത്. ഇനി ഈ സ്ക്രൂട്ടനൈസിങ് എന്ന് പറയുന്ന കാര്യം എനിക്ക് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, എനിക്കിത് സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കണക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ലൈസൻസിക്ക് മാത്രമേ, അത് നോർമൽ ലൈസൻസിക്ക് പറ്റില്ല, ഒരു എംപാനൽഡ് ലൈസൻസിക്ക് മാത്രമേ ഇതിനകത്ത് ലോഗിൻ ചെയ്തുകൊണ്ട്, എംപാനൽ ലൈസൻസിക്ക് അല്ല, A ക്ലാസ് ലൈസൻസിക്ക് മാത്രമേ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് ഇതിനകത്ത് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പഞ്ചായത്ത് സെക്രട്ടറിയോ കോർപ്പറേഷൻ സെക്രട്ടറിയോ തരുന്ന അതേ പവറോട് കൂടി തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ റൈറ്റ് ഉള്ള ആൾക്കാരാണ് എംപാനൽ ലൈസൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ലോഗിനിൽ കയറി ജസ്റ്റ് ഞാൻ ലോഗിൻ പാസ്വേഡ് ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ലോഗിൻ പാസ്വേഡ് അടിച്ച് കയറുകയാണ്. ഓക്കെ, നമുക്ക് K-സ്മാർട്ടിനകത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു പാസ്വേഡിന്റെയോ യൂസർ നെയിമിന്റെയോ ഒന്നും കാര്യങ്ങൾ സേവ് ചെയ്തിടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, K-സ്മാർട്ടിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ ഒരു യൂസർ നെയിം പാസ്വേഡ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണക്ക് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഇട്ട് വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് എന്താണ് ഓൾറെഡി കയറേണ്ട ടൈമിലെല്ലാം തന്നെ നമുക്കത് നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സിറ്റിസൺ ലോഗിൻ കാണിക്കുന്നുണ്ട്, എംപ്ലോയി ലോഗിൻ കാണിക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ ലോഗിൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു A ക്ലാസ് ലൈസൻസ് സംബന്ധിച്ചിടത്തോളം അത് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഞാൻ ഓർഗനൈസേഷൻ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മള് ഫോൺ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി എന്റെ നെയിം രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്റെ നെയിം ഇവിടെ വരുന്നുണ്ട്. സെൻഡ് OTP എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് എന്റെ രജിസ്റ്റർ, ഇപ്പൊ OTP വന്നത് ഒരു ഫിക്സഡ്
OTP അല്ല, ഓരോ ടൈമിൽ ഞാൻ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് സെപ്പറേറ്റ് OTPs വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഫിക്സഡ് പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, OTP വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മുടെ ഗവൺമെന്റ് എല്ലാ സൈറ്റുകളിലെയും ചില പ്രശ്നം തന്നെയാണ്, OTP വരാൻ ചെറിയൊരു ടൈം ഉണ്ട്. ഞാൻ അന്ന് സംഗീതത്തിന്റെ വെബിനാർസ് ചെയ്ത ടൈമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഗവൺമെന്റ് സൈറ്റുകൾ ഇത്തിരി ഡിലേ ആയിരിക്കും നമ്മൾ ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ. ഞാൻ ഈ വെബിനാർ തുടങ്ങിയ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ നെറ്റും മറ്റു കാര്യങ്ങളും കൂടി കറക്റ്റ് ആയിരിക്കണം, ഇവരുടെ സൈറ്റും കൂടി കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ലാഗ് വരുന്ന വേറൊന്നും കൊണ്ടല്ല, ആ OTP എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഗവൺമെന്റ് ആ ഒരു OTP ആ സൈറ്റിൽ നിന്ന്, കെ സ്മാർട്ട് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് OTP വന്നാലേ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ജസ്റ്റ്, ഞാൻ നേരത്തെ വന്നൊരു OTP ആയിരുന്നു, അതായിരിക്കും എന്ന് വിചാരിച്ചത് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് എടുത്തത്. ഇതുവരെ OTP വന്നിട്ടില്ല. ഓക്കെ, ജസ്റ്റ് OTPക്ക് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തത്. നമുക്ക് നോർമൽ ടൈമിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ എന്താണ് റീസെന്റ് OTP കൊടുക്കുമ്പോഴത്തേക്ക് OTP സെൻഡ് ചെയ്തതാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ജസ്റ്റ് എനിക്കത് റിസീവ് ആയിട്ടില്ല. നമ്മളിപ്പം ഇതിനകത്ത് ആധാർ വെച്ചിട്ട് നമ്മളെല്ലാവരും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഫോൺ നമ്പറിലേക്കാണ് നമ്മളുടെ ഈ OTPs വരുന്നത്. ഏകദേശം ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ആയിട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഓർഗനൈസേഷൻ ലോഗിനിൽ കയറുക, നമ്മളെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളെ നമ്പർ വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളപ്പം ഓക്കെ, ഇപ്പം കുറച്ചധികം ടൈം പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്കൂട്ടനൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്ത്. പക്ഷെ ഇതിപ്പം നമ്മുടെ സൈറ്റ് ഭയങ്കര ഡൗൺ ആയതുകൊണ്ടാണ് തോന്നുന്നു OTPs. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ ഫോണിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫോണിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് സ്കൂട്ടനൈസ് ചെയ്യുന്ന കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കെ സ്മാർട്ടിൻ്റെതായിട്ടുള്ള ഈ ഒഫീഷ്യൽ സൈറ്റ് കൂടാതെ തന്നെ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കെ സ്മാർട്ടിന്റെ ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇത് കണക്ക് OTPs നമുക്ക് റിസീവ് ആവാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഫോൺ വഴി OTP കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോണിനകത്ത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ ഒരു OTP നമുക്ക് റിസീവ് ആയിട്ടില്ല. റിസീവ് ആവാതെ നമുക്ക് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. യൂസർ നെയിം പാസ്വേഡ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് എൻ്റർ ചെയ്യാം. ബട്ട് ഇത് OTP വഴി രജിസ്റ്റർ ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് ഓരോ ടൈമും OTP റിസീവ് ആവാതെ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സർക്കാരിന്റെ സൈറ്റാണ്, സർക്കാരിന്റെ സൈറ്റിൽ അവർ നമുക്ക് ആ ഒരു പെർമിഷൻ തരാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ തരാ എന്നല്ല, അവരുടെ സൈറ്റിന്റെ നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം ആണ്. മിക്ക ഗവൺമെന്റ് സൈറ്റുകൾ, നമ്മളിപ്പോൾ ഗവൺമെന്റ് സൈറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ്. സങ്കേതമാണെങ്കിൽ ശരി, ഇപ്പൊ നമ്മളൊരു എന്താണ് ഡോക്യുമെന്റ്സിന് വേണ്ടി പല കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള എററുകൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ചധികം ടൈമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇതേ ഫോർമാറ്റിൽ തന്നെയാണ്. നമ്മൾ ആ ലെയർ മെട്രിക്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെയർ മെട്രിക്സ് അത് നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ. നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ സ്മാർട്ടിന്റെ ഈ ഒരു സൈറ്റിൽ കയറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ സൈറ്റിൽ കയറാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ലോഗിൻ എന്താണ് നമുക്ക് ആ നമ്പർ റിസീവ് ആവുന്നില്ല. സോ ഞാൻ ഒരു തവണ കൂടി നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ആ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് ആ ഒരു പാസ്വേഡ് ഇതുവരെ, പാസ്വേഡ് അല്ല, ഒരു വൺ ടൈം OTP പാസ്വേഡ് ഉണ്ട്, അത് റിസീവ് ആയിട്ടില്ല. ഓക്കെ, അതിനകത്ത് അപ്പം ആ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് ആ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സെക്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ ഒരു ടെക്നിക്കൽ എറർ ആണ്. അപ്പൊ നമ്മൾ ഗവൺമെന്റ് സൈറ്റ് ആണ്, നമുക്കിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രോയിങ്, അപ്പം ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ്ങിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്ന കെ സ്മാർട്ട് മെട്രിക്സിൽ വരച്ച ഡ്രോയിങ് ആണ്. ഈ ഡ്രോയിങ് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മളിപ്പം കെ സ്മാർട്ട് മെട്രിക്സിൽ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഡ്രോയിങ് ജസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ ഒരു ഫയൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളുടെ ഫയല്.
ഈ ഫയലിനകത്ത് ഈ പറഞ്ഞ DXF ഫോർമാറ്റിലാണ് നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ പറയും. നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. അതാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. പക്ഷേ സൈറ്റ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ റൂൾസുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. ആ സ്ക്രൂട്ടനൈസ് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്തു തരാം. ബാക്കിയുള്ള പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ ഈ ലെയർ ഇടുന്നതിനകത്തുണ്ടെങ്കിൽ, കൺവേർഷനകത്താണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റുമായിട്ട്, ഈ ഒരു വെബിനാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഈ കേസ് സ്മാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മെസ്സേജ് വന്നിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ. ഓക്കെ, ഇത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, ഇവിടെ കുറച്ച് ഓക്കെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രൊസീജിയർ പെട്ടെന്ന് പറഞ്ഞുതരാം. ചെയ്ത് കാണിക്കാൻ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് ഓക്കെ, ഞാൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലൈസൻസി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ നമ്മൾ ലൈസൻസി യൂസർ മാനുവലിനടുത്ത് ലൈസൻസി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ കേസ് സ്മാർട്ടിൽ കയറുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ നമ്മൾ യൂസർ മാനുവൽ എടുത്തതിന് അടുത്ത് തന്നെ ലൈസൻസി രജിസ്ട്രേഷൻ കിടപ്പുണ്ട്. അവിടെ പേര്, നമ്മളെ മെയിൽ ID, പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുക്കുക. നമ്മളെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നമ്മളെ പേര്, യൂസർ നെയിം, നമ്മൾ മെയിൽ ID തന്നെ കൊടുക്കുക. ഒരു പാസ്വേഡ് ഇടുക. ഒരു കൺഫേം. ഈ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും ഒന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. അത് കുറച്ചു മുമ്പ് ഞാൻ കുറച്ചു നേരം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ മെയിൽ IDയും പാസ്വേഡും ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ജസ്റ്റ് ഇവിടെ ആധാർ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP എൻ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മളതിൽ ഓൾറെഡി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മളെ A ക്ലാസ് ലൈസൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എംപാനൽഡ് ലൈസൻസ് ഉണ്ടായിരിക്കും.